السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ അവസാന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 28ാമത്തെ നോമ്പും കഴിഞ്ഞ് 29ാം രാവിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് എല്ലാം കബൂലാക്കുമാറാവട്ടെ. നാളെ സൂര്യാസ്തമയ ശേഷം ചന്ദ്രനെ ദൃശ്യമാകുന്നുവെങ്കിൽ അതോടുകൂടി ശവ്വാലിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതല്ലെങ്കിൽ 30 കൂടി പൂർത്തിയാക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുകയും ചെയ്യും. നാളെ ഏകദേശം സൂര്യാസ്തമയ ശേഷം 1 മണിക്കൂർ സമയം ദൃശ്യയോഗ്യമായി ചന്ദ്രൻ ഉണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപ്രകാരം മാസം കാണാൻ തന്നെയാണ് കൂടുതലും സാധ്യത. റബ്ബിൻ്റെ തീരുമാനം എന്താണ് എന്ന് അള്ളാഹുവിനറിയാം. എന്താണെങ്കിലും ഇന്ന് 29ാം രാവാണ്. ഈ റമദാനിലെ അവസാന 10 ഒറ്റയായ രാവുകളിൽ ഏറ്റവും അവസാനത്തെ രാത്രിയിലാണ് നാം ഉള്ളത്. ഇനി ഈ റമദാനിൽ ഏതായിരുന്നാലും ഒരു ഒറ്റയായ രാവ് നമുക്ക് ലഭിക്കാനില്ല. അടുത്ത വർഷം നമ്മിൽ ആരാണ് ഉണ്ടാവുക എന്ന് നമുക്കൊട്ട് പറയാനുമാവില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കാം. ഇനി എനിക്ക് ഈ ദുനിയാവിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാകണമെന്നില്ല എന്ന തിരിച്ചറിവോടുകൂടി കിട്ടുന്ന മണിക്കൂറുകളെ പാഴാക്കാതിരിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ദീനിയായി അറിയേണ്ടുന്ന കാര്യങ്ങൾ ചോദിക്കാനുള്ള വേദി എന്ന നിലക്കാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയത്. ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിയില്ല എന്ന് ബോധ്യമുണ്ട്. അറിയുമെങ്കിൽ ബോധ്യമുണ്ടെങ്കിൽ മാത്രം പറയാം. അതല്ലെങ്കിൽ ഇവിടെ മാറി സരിഫുണ്ട്, അതുപോലെ അഷ്റഫ് അൽ ഹിക്കമയുണ്ട്, അൽഹംദുലില്ലാഹ്. അല്ലെങ്കിലൊക്കെ ആയിട്ട് അറിയുമെങ്കിൽ അവരതിലേക്ക് ആഡ് ചെയ്യും. അതല്ലെങ്കിൽ പിന്നീട് ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ അന്വേഷിച്ച് പഠിച്ച് അറിയിക്കുകയും ചെയ്യാം. ദീന് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ബാധ്യത. അത് ചോദിച്ചും അറിഞ്ഞും പഠിക്കാൻ കഴിയും, വായിച്ചും പഠിക്കാൻ കഴിയും. കൂടുതൽ ഖൈറായത് ചോദ്യത്തിലൂടെയും കേൾവിയിലൂടെയും ഒക്കെയുള്ള പഠനം തന്നെയാണ്. റബ്ബിൻ്റെ ദീന് ശരിയാവണ്ണം പഠിക്കാനും അത് അമലാക്കി മാറ്റാനും അത് സമൂഹത്തിന് കൈമാറാനുമെല്ലാമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയിലൂടെ ഒരു ആമുഖ സംസാരം അവസാനിപ്പിക്കുന്നു. കുറേ സമയം നീട്ടിക്കൊണ്ടുപോകാൻ ഇതെന്നാലും ശരിയല്ല. നമുക്ക് നമ്മുടെ ഇബാദത്തുകൾ
ഖുർആൻ പാരായണവും പ്രാർത്ഥനയും ഒക്കെയായി മുഴുകേണ്ട രാത്രിയാണ്. അനിവാര്യമെങ്കിൽ ഒരല്പസമയം വിശ്രമിക്കേണ്ട ആളുകൾക്ക് വിശ്രമിക്കുകയും ചെയ്യാം. കാരണം രാത്രി ദീർഘമായി നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ വിശ്രമം ആവശ്യവുമായിരിക്കാം. ഏതാണെങ്കിലും കുറേ നീട്ടിക്കൊണ്ടു പോകാതെ അനിവാര്യമായി അറിയേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചോദിക്കുക. ഇൻഷാ അല്ലാഹ് അറിവനുസരിച്ച് മറുപടി നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബർക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ചില ചോദ്യങ്ങൾ ഇവിടെ നേരത്തെ അയച്ചു തന്നിരുന്നു, അതും ഇടയിൽ ഉൾപ്പെടുത്താം. ഉള്ള ആളുകൾക്ക് ചോദിക്കുകയും ആവാം. ഉസ്താദ് എൻ്റെ 2 ദിവസം മുമ്പുള്ള മിനിയൂട്ടിലുള്ള യൂട്യൂബിൽ ഇത് കണ്ടിരുന്നു. അവിടുത്തെ ചോദ്യങ്ങളും അതിൽ ചില സന്ദേഹങ്ങളും എൻ്റെ ഒരു അഡീഷണൽ 1-2 ചോദ്യങ്ങളാണ്. ഓക്കെ. അത് അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് ലോകത്ത് ഏതാണ്ട് അമേരിക്ക, ലണ്ടൻ, ഇപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും ഒമാൻ ഒഴികെ എല്ലാ അറബ് രാജ്യങ്ങളിലും നാളെ പെരുന്നാളായി പ്രഖ്യാപിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇസ്ലാം നമ്മുടെ മുസ്ലിം ഉമ്മത്തിനെ ഒറ്റ സമൂഹമായിട്ടാണ് ഉമ്മുൻ വാഹിദ റബ്ബുൻ വാഹിദ എന്നുള്ളതാണല്ലോ. ഇന്ന ഹാദിഹി ഉമ്മത്തും വാഹിദ ഫഅബ്ദുനി ഹദാ സിറാത്തുൽ മുസ്തഖീം എന്നാണല്ലോ. ഈ ഒറ്റ ഉമ്മത്തായിട്ടും ഒരു ചന്ദ്രനുള്ളൂ. നമുക്കറിയാം ഒരുപാട് ചന്ദ്രനില്ല. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യ കേരളം ഒന്നുമില്ലല്ലോ. അപ്പോൾ ഉസ്താദിൽ പറഞ്ഞു നമ്മളൊരു പരിധി വെച്ചുകൊണ്ട് കേരളത്തിന് നമ്മൾ വെച്ചപ്പോൾ കാണുകയെന്ന് പറഞ്ഞു. 1956 നവംബർ 1 കേരളം രൂപീകരിച്ചത്. അപ്പോൾ അതിന് മുമ്പും നമുക്കറിയാം നമ്മുടെ രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു പരിധി വെക്കുന്നതിൽ അത് ഉസ്താദിൽ പറഞ്ഞത് ബലത് എന്നുള്ള സംഗതി. ബലത് എന്നാൽ ഒരു മുനിസിപ്പാലിറ്റി എന്നോ പ്രദേശം. അന്നത്തെ കാലത്ത് ചിലപ്പോൾ അതായിരിക്കും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കറിയാം എൻ്റെ തൊട്ടടുത്ത മഹലിൽ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെ ടെക്നോളജിയിൽ നന്നായിട്ട് എത്തിയിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ലോകാടിസ്ഥാനത്തിനോ ഒന്നിച്ച് ഒരു ഡേറ്റ് എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് നമുക്കിതിനെ സ്വീകരിച്ചു കൂട്ടാം? അത് അഡീഷണൽ ചോദ്യം. നമ്മൾ കലണ്ടറിൽ ഇപ്പോൾ മാർച്ച് 1 ശരിക്കും നമ്മൾ റമദാൻ 1. ഈ കലണ്ടറിൽ മാത്രമല്ല എല്ലാവരും തന്നെ. ഇപ്പോൾ സൗദി അറേബ്യയും ഇപ്പോൾ കേരളത്തിൽ കുറച്ച് മാർക്കസുദ്ദാവ അങ്ങനെ കുറച്ച് ആൾക്കാർ ഹിജറ കമ്മിറ്റിക്കാർ ഇവരൊക്കെയാണ് ശരിക്കും 1-ാം തീയതി തുടങ്ങിയത്. നമ്മളിവിടുത്തെ കുറച്ച് ബാക്കിയുള്ള ആളുകൾ 2-ാം തീയതി തുടങ്ങി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ഡേറ്റും കൂടിയാണല്ലോ. ഒരു ഡേറ്റ് ഇനിയിപ്പോൾ ഇതൊക്കെ ഡേറ്റ് അട്ടിമറിഞ്ഞു. കാരണം അടുത്ത മാസം വരുമ്പോൾ വേറെ ഡേറ്റ് മാറി. അപ്പോൾ നമുക്കൊരു ഡേറ്റ് പോലും കൃത്യമല്ല എന്നൊരവസ്ഥ വരുമ്പോൾ അത് വേദനാജനകമല്ലേ? കാരണം ഇപ്പോൾ എൻ്റെ മോളെ കല്യാണം ശവ്വാൽ 16 എന്ന് പറയുമ്പോൾ സൗദി അറേബ്യയിൽ അന്ന് ഇപ്പോൾ 17 ആയിട്ടുണ്ടാവും. അപ്പോൾ അത് വലിയൊരു വിഷമമുണ്ട്. അത് ഒരു വശം അതിൻ്റെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഇന്ന് 30 ഉള്ളവരുണ്ട്. പിന്നെ ആലുവയിലേക്ക് തന്നെ അധികം ത്വരീക്കത്തിന് ജിലാനി സ്റ്റഡി സെൻ്ററിലൊക്കെ ശരിക്കും ഇന്ന് 30 അവർ നോമ്പ്. നാളെ അവർക്ക് ശരിക്കും ശവ്വാലൊന്നും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ മാർക്കസുദ ആളുകളെ സംബന്ധിച്ച് കുറച്ച് ആൾക്കാർക്ക് നാളെ പലയിടത്തും ഇങ്ങനെ പെരുന്നാളുകളുണ്ട്. ഹിജറ കമ്മിറ്റിക്കൊക്കെ നാളെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വരുമ്പോൾ ഫൈസമോട് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് അർത്ഥത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വിഷയമുണ്ട്. അപ്പോൾ അതിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം നീറുണ്ട്. പറയട്ടോ അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതി ഉണ്ടല്ലോ. ഒന്ന് കലണ്ടറുമായി ബന്ധപ്പെട്ട് തന്നെ അത് ലോകം സൃഷ്ടിച്ച മുതൽ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കുള്ള 12 മാസങ്ങൾ, അതിൽ 4 മാസം പരിശുദ്ധമൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ളതിന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നമ്മൾ എന്തുകൊണ്ട് അതിനെ അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ശരിക്കും ഹിജ്റ മാസത്തിൽ അറിയില്ല. അത് വലിയൊരു ദുര്യോഗമാണ് നമുക്കൊക്കെ. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ പറയും ചെയ്യും മൻ തശബ്ബഹ ഖൗമിൻ ഫഹുവ മിൻഹും പറയും. നമ്മളൊരു സമൂഹത്തെ തശ്ബീഹ് ചെയ്താൽ അവരിൽപ്പെട്ടവരാണ്. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ എല്ലാ കാര്യത്തിലും ഗ്രിഗേറിയൻ കലണ്ടറാണ്. ശരിക്കും അതിൽ അതിവർഷം എന്ന് പറഞ്ഞാൽ ശരിക്കും യൂസ്ലെസ് ആയിട്ടുള്ളൊരു കലണ്ടറാണത്. ശരിക്കും യൂസ്ഫുള്ളായ കലണ്ടറാണ് ലൂണാർ കലണ്ടർ. അത് വളരെ കൃത്യമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെല്ലാ ജീവിതത്തിലേക്കും അത് കൊണ്ടുവരാനുള്ളൊരു ശ്രമത്തിനൊക്കെ നിങ്ങൾ നന്ദി കുറിക്കുകയാണെങ്കിൽ പിന്നെ അതിന് വേണ്ടത് വെച്ചാൽ ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള പണ്ഡിതന്മാരുമായിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങളൊന്ന് മെനക്കെടുകയാണെങ്കിൽ വലിയ റിസൾട്ട് ഉണ്ടാവുമെന്ന് പിന്നെ ഒരു ഇത് പറയാണ്. കാരണം വെച്ചാൽ ഈ ഗോളശാസ്ത്രത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര അറിവുണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ ഈ ഗോളശാസ്ത്രജ്ഞന്മാർക്ക് ഇസ്ലാമിൻ്റെ വിജ്ഞാന കാര്യങ്ങൾ മറ്റ് അറിവുണ്ടായിരിക്കില്ല. ഇത് സമന്വയിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്.
സൂറത്ത് യൂനിസിൽ 5-ാമത്തെ നമുക്കറിയാം. 5ആണോ 10-ാമത്തെ ഹുവല്ലദീ ജഅല ശംസ ളിയാൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീ വൽ ഹിസാബ് എന്നാണ്. മനാസിലുകളുണ്ട്, ചന്ദ്രന് മനാസിൽ കൃത്യമായിട്ടുള്ള ആ മനാസിലുകൾ കണക്കാക്കുക. അതുപോലെ തന്നെ സൂറത്ത് ബഖറ 183 ഉണ്ട്. പിന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻസിനൊപ്പം തന്നെ കലകളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് പിന്നെ കൃത്യതയിലാണ് ശരിക്കും ഇതൊക്കെ സഞ്ചരിക്കുന്നത്. വശംസു വൽ ഖമറു ബിഹിസ്ബാൻ എന്നാണല്ലോ. അപ്പോൾ സൂര്യൻ മാത്രമല്ല ചന്ദ്രനും കൃത്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു കണക്കെന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് ആദക്കൽ ഉർജുനൽ കദീം എന്ന് സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. 1-ാം തീയതി എന്തോന്നും അതിലേക്ക് ശരിക്കും ഒരുങ്ങി നമുക്ക് കാണാം. അപ്പം ശരിക്കും ഇന്നലെ നമുക്കിവിടെ നോക്കി കാണായിരുന്നു നമുക്ക് കിഴക്ക് ഭാഗത്ത് ചന്ദ്രനെ. അത് ഇന്ന് ശരിക്കും ന്യൂമൂണാണ്, ശരിക്കും നോമൂൺ എന്നാണ് പറയുന്നത്. ശരിക്കും ചന്ദ്രനില്ലല്ലോ. അപ്പോൾ ശരിക്കും ഇവിടെ കണ്ടിട്ടാണ് സൗദി അറേബ്യ പറഞ്ഞത്. അള്ളാഹു അല്ല എങ്ങനെ എനിക്കറിയില്ല. കാരണം അത് നമ്മൾ വേറെ പഠിക്കേണ്ട വിഷയമാണ്. കാരണം ആകെ 8 മിനിറ്റൊക്കെ അവർക്കുള്ളൂ അസ്തമിച്ചിട്ടും. ഞാൻ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ വെച്ചുകൊണ്ട് ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകളുണ്ട്. അത് വെച്ചുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം, അല്ലെങ്കിൽ ഇത് സംഭവിക്കുക വെച്ചാൽ ഇത് കാലാകാലം ഇങ്ങനെ പോയി ഓരോ ഭാഗത്തും. ഇപ്പം എന്ന് വെച്ചാൽ നമുക്കറിയാം ലൈലത്തുൽ ഖദർ. കാരണം സൗദി ലോകം മുഴുവൻ ശരിക്കും ലൈലത്തുൽ ഖദർ പറഞ്ഞ ഡേറ്റിലല്ല, ഒറ്റപ്പെട്ട രാവുകൾ നമുക്ക് മാറിപ്പോയി. അത് മാത്രമല്ല ഓരോന്നും നമ്മുടെ ഡേറ്റ് മാറാൻ തന്നെ നമ്മുടെ ഒരു വ്യക്തി നിലയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കുള്ള നോമ്പുകളൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് വളരെ ഏറ്റവും ഇസ്ലാം ശാസ്ത്രീയം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ പോലും നമുക്ക് പോലും കൃത്യമായ ഒരു കലണ്ടർ അപ്ലൈ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ഒരു കാര്യങ്ങൾ. ആശങ്ക നല്ലതാണ്, പക്ഷെ അത് അസ്ഥാനത്താണ്. ഇതിനുള്ള പരിഹാരം പ്രമാണങ്ങളിലേക്ക് മടങ്ങാതുള്ളത് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു, ഒമാൻ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും നാളെ പെരുന്നാളാണ്. അവരൊക്കെ പെരുന്നാൾ തീരുമാനിച്ചത് എങ്ങനെയാണ്? ആ ഓരോ നാട്ടിലും മാസം കണ്ടപ്പോഴാണ്. അല്ല സൗദി അറേബ്യ കണ്ടപ്പോൾ ബാക്കി എല്ലാവരും സ്വീകരിച്ചതല്ലോ. അപ്പം നമ്മുടെ ഈ യുക്തി അല്ല ലോകത്ത് മുസ്ലിമീങ്ങൾ പൊതുവെ സ്വീകരിച്ചു പോകുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. സൗദി അറേബ്യയിൽ കണ്ടാൽ മതിയെങ്കിൽ പിന്നെ മറ്റു രാജ്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. അവിടേക്ക് ഇസ്ലാമിക ഭരണമുണ്ട്, ഇസ്ലാമിക ഭരണാധികാരികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അവിടെയൊക്കെ സംവിധാനങ്ങളുണ്ട്. ഗോളശാസ്ത്രം ഈ പറയുന്ന നമ്മളൊക്കെ ഈ ചെറിയ ഇസ്ലാമിക സംഘടനകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറെ ആ രാജ്യങ്ങൾക്കെല്ലാം ഔദ്യോഗികമായ സംവിധാനങ്ങളുണ്ട്. ദീനറിയുന്ന ശാസ്ത്രജ്ഞന്മാർ തന്നെ ആ രാജ്യങ്ങളിലെല്ലാം ഉണ്ട് താനും. എന്നിട്ടും എല്ലാ രാജ്യങ്ങളും ആ നാട്ടിൽ മാസം കണ്ടാലാണ് നോമ്പും പെരുന്നാളും തീരുമാനിക്കുന്നത്. അപ്പം അത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാകുന്നത്. ലോകം മുഴുവനും ഒരേ സമയം അല്ല ഉള്ളത്, സമയം വ്യത്യാസമുണ്ട്. സ്വാഭാവികമായും ഡേറ്റും വ്യത്യാസം ഉണ്ടാവും. ഇപ്പം മോളെ കല്യാണം 10-ാം തീയതി പറഞ്ഞാൽ മറ്റു സ്ഥലത്തെത്തിയാൽ മാറുന്നത് ശരിയാണ്. മോളെ നിക്കാഹ് 10-ക്ക് പറഞ്ഞാലോ സൗദി അറേബ്യയിൽ അപ്പോൾ 7 10 ആവില്ല. അതങ്ങനത്തെ അള്ളാഹു തആല ലോകത്ത് വെച്ച സിസ്റ്റം അങ്ങനെ തന്നെ. അത് ഒരേ സമയത്ത് എല്ലാ സ്ഥലത്തും സമയം മാറുന്നില്ല, ദിവസവും മാറുന്നില്ല. അത് സ്വാഭാവികമായും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നബിതങ്ങൾ പറഞ്ഞ പരിഹാരമാണ് സൂമു ലിറുയത്തിഹി വഅഫ്തിറു ലിറുയത്തിഹി. മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് നോക്കുക, മാസം കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക. ഏത് രാജ്യത്തും ഏത് നാട്ടിലും ഏത് കാട്ടിലും എവിടെയും ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഇത്ര വ്യക്തമായ ഒരു വഴി വേറെയില്ല. ഇതിൽ നിന്ന് ഒറ്റപ്പെട്ട മനുഷ്യന്മാർ തെറ്റിപ്പോയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. സൂമു ലിറുയത്തിഹി എന്ന ഹദീസിൽ നിന്ന് ഒറ്റപ്പെട്ട ആളുകൾ വഴിമാറി സഞ്ചരിക്കുകയും ആ കാഴ്ചക്ക് കാത്തു നിൽക്കാതെ അതിന് മുമ്പേ തന്നെ മറികടന്നു പോവുകയും ചെയ്തപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്. ഇപ്പം ന്യൂമൂൺ സൗദി അറേബ്യയിൽ ഇന്ന് രാവിലെ 10 മണിക്ക് ന്യൂമൂൺ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ നാളെ പെരുന്നാളായി അപ്പം തീരുമാനിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 10 മണിക്ക് ന്യൂമൂൺ രൂപപ്പെട്ടു. എന്നിട്ട് പോലും നാളെ ശവ്വാൽ 1 എന്ന് അവർ മഗ്‌രിബ് വരെ പ്രഖ്യാപിച്ചില്ല. വൈകുന്നേരം അവിടുന്ന് മാസം നോക്കാൻ പോവുകയും സംവിധാനം ഉണ്ടാക്കുകയും അതിന് പല ഭാഗത്തായി ആളേർപ്പാടാക്കുകയും ചെയ്ത് മാസം കണ്ട് അതവർ വിലയിരുത്തി. അതിനുള്ള അതോറിറ്റി ഉണ്ട് സൗദി അറേബ്യയിൽ. മാസം കണ്ട് പ്രഖ്യാപിക്കാൻ പ്രത്യേകമായ അതോറിറ്റി ഉണ്ട്. അതിൻ്റെ ഓരോ ഘടനയ്ക്കും പ്രത്യേകമായ സംവിധാനം അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ട്. ആ സംവിധാനമെല്ലാം വർക്ക് ചെയ്ത് അവർ മാസം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നാളെ ശവ്വാൽ 1 പ്രഖ്യാപിച്ചത്. ഒമാനിൽ കണ്ടില്ല, അതുകൊണ്ട് അവരത് സ്വീകരിച്ചതുമില്ല. ഒമാൻ എന്ന പ്രദേശത്ത് കാണാത്തത് കൊണ്ട് അവർ നാളെ റമദാൻ 30 പൂർത്തിയാക്കുന്നു. അത് മറ്റന്നാളിലേക്കാണ് ഇനി പെരുന്നാളിലേക്ക് പോകുന്നത്. അപ്പം ലോകം മുഴുവനും സ്വീകരിച്ചു പോന്ന, അത് ഇന്നു മാത്രമല്ല, ഇനി ദീനും ഗോളശാസ്ത്രവും ഒരേപോലെ പഠിച്ച വലിയ വലിയ പണ്ഡിതന്മാർ ജീവിച്ചു പോയ കാലമുണ്ട്. ഷെയ്ഖ് ഉസ്താദ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഗോളശാസ്ത്രത്തിൽ വലിയ അഗ്രഗണ്യനായിരുന്നു. ദീനും ഈ വിഷയത്തെ ഏറ്റവും നന്നായി പഠിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മജ്മൂ ഫത്താവയിൽ 25-ാം പാഠത്തിൽ വളരെ വിശദമായി 150ഓളം പേജുകൾ അദ്ദേഹം ഈ വിഷയമാണ് ചർച്ച ചെയ്തത്. ബാബു സിയാം
എന്ന അധ്യായത്തിൽ എങ്ങനെയാണ് നോമ്പിലേക്കുള്ള പ്രവേശനം എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ മാസപ്പിറവി വളരെ വിശദമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ കണക്കുകളെ മാത്രം അടിസ്ഥാനമാക്കി ഈ മാസം ആരംഭം കണക്കാക്കുക എന്നതിനെ നിശ്ചിതമായ ഭാഷയിലാണ് അദ്ദേഹം അവിടെ വിമർശിച്ചത്. അത് ഗോളശാസ്ത്രം വെച്ചുകൊണ്ടും ദീന് വെച്ചുകൊണ്ടും രണ്ടും ഒരേപോലെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വിഷയത്തിൽ കൈകാര്യം ചെയ്തത്. അതേപോലെ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല വലിയ ഗോളശാസ്ത്രജ്ഞനാണ്, ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം ഈ വിഷയം ദീർഘമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം ലോകത്ത് ഗോളശാസ്ത്രം പഠിച്ച ദീൻ അറിയുന്ന പണ്ഡിതന്മാരൊന്നും നമ്മൾ ഈ കാണുന്ന യുക്തിയെ അവരാരും ഇതിൽ സ്വീകരിച്ചിട്ടില്ല. കാരണം നബിതങ്ങൾ പറഞ്ഞ ആ പ്രമാണമാണ് യഥാർത്ഥത്തിലുള്ള പരിഹാരം, മറ്റൊന്നും പരിഹാരമല്ല. പരിഹാരമാകാൻ വേണ്ടി ന്യൂമൂണിനെയും അതേപോലെ കണ്ണുകൊണ്ട് കാണേണ്ടതില്ല, കണക്ക് കൊണ്ട് അവിടെ ഉണ്ട് എന്ന് ബോധ്യമായാൽ മതി എന്ന ആശയത്തെയും ഒക്കെ സ്വീകരിക്കുക വഴി ഉണ്ടായത് ഉള്ള ഐക്യം കൂടി തകരുകയാണ് ചെയ്തത്. ലോകം മൊത്തം ഒന്നാകാൻ വേണ്ടി എന്ന് പറഞ്ഞ് പുതിയ തത്വവുമായി വന്നപ്പോൾ സ്വന്തം വീട്ടിൽ പോലും ഉണ്ടാവുകയാണ് ഉണ്ടായത്. അല്ലാതെ ലോകം മൊത്തം ഒന്നായിട്ടില്ല. ലോകം മുഴുവൻ അങ്ങോട്ട് ഒരു തരത്തിലേക്ക് പോയിട്ടുമില്ല, സ്വീകരിച്ചിട്ടുമില്ല. ഇത് അള്ളാഹു തആല വെച്ച സംവിധാനം അങ്ങനെയാണ്. ആ ഹുസ്ബാൻ അനുസരിച്ചാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ സഞ്ചരിക്കുന്നത്. അവിടെ ഇബാദത്തുകൾ എല്ലാവരും ഒരേ സമയത്ത് നിർവഹിക്കുക, എല്ലാവരും ഒരേ ഡേറ്റ് വെക്കുക, എല്ലാവരും ഒരേ സമയം പാലിക്കുക എന്നതല്ല അള്ളാഹു തആല ദുനിയാവിൽ വെച്ച ഒരു സംവിധാനം. ഉമ്മത്ത് ഒന്നാണ്. ഉമ്മത്ത് ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉമ്മത്ത് ലോകത്ത് മുഴുവനും എപ്പോഴും ഒരേ സമയം പാലിച്ച് ഒരേ രൂപത്തിൽ ഇബാദത്ത് ചെയ്യണം എന്നല്ല. ഇന്ന് ശാസ്ത്രം പറയുന്നത് ശരിയാണ്. സൗദി അറേബ്യയിൽ ബാങ്ക് വിളിക്കുന്നതും ഇഖാമത്ത് വിളിക്കുന്നതും ഇമാമ് സഫ് നിർത്തുന്നതും ഇസ്തവു എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ കാണുകയാണ്. ഇമാമ് തക്ബീർ കെട്ടും നമ്മൾ കാണുകയാണ്. എന്നാൽ നമ്മളോട് സ്കീക്കണില്ല. കാരണം എന്താ? ഇവിടെ സമയമായിട്ടില്ല. എല്ലാ സംഗതിയും അവിടെ കണ്ടാലും നമ്മളിവിടെ സമയമായിട്ടില്ല കാത്തിരിക്കുന്നു. മഗ്‌രിബ് ബാങ്ക് അവിടെ വിളിക്കുന്ന ഇവിടെ കേൾക്കും. വേണമെങ്കിൽ മഗ്‌രിബ് വിളിക്കുന്ന അവിടെ മൈക്കിൽ മുട്ടുന്നതും വിളിക്കുന്നതും ഒക്കെ നമുക്ക് ഇവിടെ കേൾക്കാം. നമ്മൾ നോമ്പ് തീർക്കണില്ല. കാരണം നമ്മുടെ നാട്ടിൽ സമയമായിട്ടില്ല. അപ്പോൾ ഉമ്മത്ത് ഒന്നല്ല, അതുകൊണ്ട് ലോകം മൊത്തം ഒരേ രൂപത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ആശയാണ്. പക്ഷേ ആ രീതിയല്ല ഇസ്ലാം ഇതിൽ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് ഏറ്റവും ചുരുക്കി അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ബിനിയൂട്ടിൽ വന്ന ആ സംശയ വിഭാഗത്തിൽ വളരെ വിശദമായി ഈ വിഷയം അവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. താങ്കൾ കേട്ടു എന്നും പറഞ്ഞു. അതൊന്നുകൂടെ കേട്ടാൽ കുറച്ചുകൂടെ അതൊരു വ്യക്തത കിട്ടുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതെ അതെ, ജസാക്കല്ലാ. ഞാൻ കേട്ടത് കേട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് ചോദ്യമല്ലേ അഡീഷണൽ ചോദിക്കാനുള്ളത്. പിന്നെ ഒന്ന് റുഇയ്യത്തുമായി ബന്ധപ്പെട്ട നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതാണല്ലോ. റുഅ എന്നുള്ളത് അറബി ഡിക്ഷണറിയിലൊക്കെ തന്നെ കണ്ടു എന്ന് മാത്രമല്ല, അറിഞ്ഞു, മനസ്സിലാക്കി, പല അർത്ഥത്തിലുണ്ട്. ഒബ്സർവ് ചെയ്ത് പല അർത്ഥത്തിലുണ്ടല്ലോ. അതന്നെ അറിയത്തല്ലേ ജീവിക്കുന്ന വിധി, അലം തറ കൈഫ ഫഅല റബ്ബുക, ഇതൊക്കെ തന്നെ ഒരുപാട് കണ്ടു എന്നല്ലേ പ്രവാചനം മുമ്പ് നടന്നാണല്ലോ. അപ്പോൾ അറിയുക എന്നുള്ള തരത്തിൽ കാണുകയാണെങ്കിൽ അത്രേ ഉള്ളൂ സംഗതി. നേരെ മറിച്ച് മൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫൽയസും എന്നുള്ളത് ഖുർആൻ കട്ടായം പറഞ്ഞാണ്. ആ മാസത്തിൽ നിങ്ങൾ ഹാജരായി കഴിഞ്ഞാൽ നോക്കുന്നത്. അപ്പം മാസം എന്ന് പറഞ്ഞ സംഗതിയിൽ ഓരോ സ്ഥലത്തും വ്യത്യാസമല്ല. നിങ്ങൾ പറഞ്ഞ ഡേറ്റും അതെനിക്ക് സന്ദേഹമുള്ളത്. യൗമാണ്, യൗമുൽ ജുമ ലോകത്ത് എല്ലാവരും വെള്ളിയാഴ്ച നിസ്കരിക്കുന്നത്. ലോകത്ത് എവിടെയും ശനിയാഴ്ചയോ വ്യാഴാഴ്ചയോ ജുമ നിസ്കരിക്കുന്നില്ല. നമ്മൾ 6 മണിക്കൂർ മുമ്പ് ഫുജി നിസ്കരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ് 2.5 മണിക്കൂറിന് സൗദി അറേബ്യ നിസ്കരിക്കുന്നു. ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ ഗ്രീനിച്ച് പ്രദേശങ്ങളിൽ ലണ്ടൻ നിസ്കരിക്കുന്നു. ഒരു 9 മണിക്കൂർ കൊണ്ട് സമാവൽ നിസ്കരിക്കുന്നു. അങ്ങനെ ലോകം നമുക്ക് ഒരൊറ്റ ദിവസമാണ്. പിന്നെ 1 കിലോ എന്ന് പറഞ്ഞാൽ 999 ഗ്രാം ആയാലും 1 കിലോനാവില്ലല്ലോ. 1 കിലോ ഗ്രാം വ്യത്യാസമുള്ള പോലെ തന്നെ ഡേറ്റും വക്തും നമ്മൾ വ്യത്യാസം ഉണ്ടല്ലോ. സമയം ആണല്ലോ, സമയം കൃത്യം ആർക്കും. കാരണം സൗദിൻ്റെ 2 മണിക്കൂർ മുമ്പാണ് നമ്മൾ ജുമ നിസ്കരിക്കേണ്ടത്. അതേപോലെ തന്നെയാണ് നമ്മൾ ലോകം മുഴുവനും നമുക്ക് ഒരേ ദിവസത്തിൽ തന്നെ ആക്കുന്നതിന് യാതൊരു ഇതുമില്ല. അങ്ങനെ ശാസ്ത്രീയ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കിയാൽ കിട്ടും. അങ്ങനെ ഗ്ലോബൽ അങ്ങനെയാണ് അതിൻ്റെ നടപ്പ് കണ്ടിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളൂ. ആ അർത്ഥത്തിൽ ആ ഒരു ചോദ്യമാണ്. പിന്നെ രണ്ടാമത്തെ ഈ പറഞ്ഞ ചോദ്യത്തിനോട് ഒരു ഉത്തരം കൂടി. അതായത് ഞാൻ പറഞ്ഞില്ല, ഈ റാന്ന് കണ്ടതിന് അറിഞ്ഞു മനസ്സിലാക്കി എന്ന അർത്ഥത്തിൽ ചന്ദ്രൻ എവിടെ ഇപ്പം നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ കാണാൻ പറ്റുന്ന ചന്ദ്രൻ്റെ പൊസിഷൻ വളരെ കൃത്യമാണ് നമുക്ക്. കാരണം അതുകൊണ്ടാണല്ലോ 500 കൊല്ലം കഴിഞ്ഞിട്ട് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണം. ഇപ്പം ഇന്ന് ഗ്രഹണ ദിവസമാണല്ലോ. അപ്പോൾ അത് ശരിക്കും ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൻ്റെ അവസ്ഥാനം എന്നുള്ള ഏത് കുട്ടിക്കും അറിയാം. ജോഗ്രഫി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം. ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൻ്റെ അവസ്ഥാനം. അപ്പോൾ നാളെ ശരിക്കും ഒരു ഡേ തുടങ്ങി, ചൊവ്വലിൽ നാളെ ഒന്നെന്നുള്ള അർത്ഥത്തിന് മനസ്സിലാക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു അറിയുക എന്ന അർത്ഥത്തിൽ കാണുകയാണെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്നതാണ്. കാരണം ഇവരൊക്കെ കണ്ടിട്ട് എന്നുള്ളതൊക്കെ മാത്രമല്ല ഈ സ്പേസൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ കാലഘട്ടത്തിൽ അറിയാവുന്നല്ലോ. ആ അർത്ഥത്തിൽ എന്താണ് റഅ എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. പക്ഷെ സുമൂലി റുയത്തിഹി എന്നോടത്തെ റഅക്ക് അലിമ അറഫ എന്ന അർത്ഥം ലോകത്തിലാളും കൊടുത്തിട്ടില്ല. ഹദീസ് വ്യാഖ്യാനിച്ച ഹദീസ് പണ്ഡിതന്മാരോ മറ്റു കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോ എവിടെയും ഈ പറയപ്പെട്ട റഅ അതെല്ലാ സ്ഥലത്തും ഈ എല്ലാ അർത്ഥം വെക്കാൻ പറ്റുന്നല്ലോ. അലം തറ കൈഫ ഫഅല റബ്ബുക ഓർത്ത് നീ കണ്ടില്ല വെച്ചാൽ നീ അറിഞ്ഞില്ല അർത്ഥം വെക്കാം.
അവിടെ കാഴ്ചയല്ല, അവിടെ കണ്ണുകൊണ്ട് കണ്ടു അർത്ഥം വെക്കാൻ പറ്റൂല. അലം തറ കൈഫ റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അസ്ഹാബുൽ ഫീൽ എൻ്റെ റബ്ബ് എന്ത് ചെയ്തു എന്ന് നീ കണ്ടില്ലേ എന്ന് വെച്ചാൽ നമ്മളാരും കണ്ടിട്ടില്ല. അവിടെ കാണുക എന്ന അർത്ഥമേ അല്ല. അവിടെ ആ അർത്ഥം വെച്ചാലോ, ഒരാൾ പറയും ഞാൻ കണ്ടിട്ടില്ല, അവിടെ ഞാൻ വിശ്വസിക്കുക എന്നാലോ, ഈ ആയത്തോടെ പറഞ്ഞാണ് ഞാൻ കണ്ടിട്ടില്ല. റാക്ക് കണ്ടു അർത്ഥം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അല്ല ചോദിച്ചു അലം തറ നീ കണ്ടില്ലേ എന്നാണ്, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. അപ്പോൾ അവിടുത്തെ റാക്ക് കണ്ടു എന്ന് അർത്ഥമില്ല, അവിടെ അറിഞ്ഞു എന്ന് അർത്ഥമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റാക്ക് അറിഞ്ഞു എന്നല്ല അർത്ഥം, ഇവിടെ കണ്ടു എന്നർത്ഥം. അത് പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാവും. ഈ ഹദീസ് വ്യാഖ്യാനിച്ച ഏത് വ്യാഖ്യാന ഗ്രന്ഥമെടുത്താലും ലോകത്ത് 1400 കൊല്ലമായി ഹദീസ് കൈകാര്യം ചെയ്തു പോരുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ മാത്രം ചർച്ച ചെയ്യുന്നതല്ലല്ലോ, നബിതങ്ങൾ പറഞ്ഞ കാലം മുതൽ ഇതുവരെയും ഈ ഹദീസ് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ സുമൂൽ റുയത്തിഹി വഫ്തുൽ റുയത്തിഹി എന്ന ഹദീസ് 1400 കൊല്ലമായി മുസ്ലിം ലോകം കൈമാറി പോരുന്നു. ധാരാളം പണ്ഡിതന്മാർ, എല്ലാ മദ്ഹബിലുമുള്ള ആളുകൾ, ഹദീസ് വ്യാഖ്യാതാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, അവരൊക്കെ ഇത് വ്യാഖ്യാനിച്ചു പോരുന്നുണ്ട്. അവിടെയൊന്നും ഈ ഒരു ന്യായം അവരൊന്നും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, അങ്ങനെ കാഴ്ച വേണ്ട, അറിഞ്ഞാൽ മതി എന്ന ആശയം പറഞ്ഞവരെ ഖണ്ഡിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്ത പണ്ഡിതന്മാരെല്ലാം ചെയ്തു പോകുന്നത്. ഇമാം അസ്ഖലാനിയെ പോലെ, ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് ചെയ്തത്. നബി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ബാബ് കൊടുത്തു തന്നെ ലിക്കുല്ലി ബലദിൻ റുഇയത്ത, ഓരോ നാടിനും ആ നാടിൻ്റെ റുഇയത്ത് വേണം എന്ന അധ്യായം എന്നാണ് ഹെഡിങ്ങിനെ കൊടുത്തത്. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുമ്പോൾ അവിടെ ഹെഡിങ് തന്നെ അന്ന ലിക്കുല്ലി ബലദിൻ റുഇയത്തഹു, എല്ലാ നാടിനും ആ നാടിൻ്റെ കാഴ്ച വേണം എന്ന അധ്യായം എന്നാണ്. അവിടെ അറിവ് വേണം എന്നല്ല, ഓരോ നാട്ടിലും അറിവ് വ്യത്യാസമാവില്ലല്ലോ, അറിവ് ലോകത്ത് മൊത്തം ഒന്നുണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അവിടെ റുഇയത്തഹു, ഓരോ നാടിനും ആ നാടിൻ്റെ റുഇയത്ത് എന്ന് തന്നെ ഹെഡിങ് കൊടുത്തുകൊണ്ടാണ് അവിടെ ഹദീസ് കൊടുത്തത്. സുമൂലി റുയത്തിഹി വഫ്തുലി റുയത്തിഹി എന്ന ഹദീസ് അവിടെ കൊടുത്തത്. അപ്പോൾ റഅ എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്, ശരിയാണ്. അത് റഅക്ക് മാത്രമല്ല, അറബിയിലെ എല്ലാ വാക്കുകൾക്കും പല വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാകും. ലറബ എന്ന വാക്കിന് യാത്ര പോയി എന്ന അർത്ഥമുണ്ട്. അതിനർത്ഥം കാണുന്ന എല്ലാ ലറബക്കും യാത്ര പോയി അർത്ഥം വെക്കാൻ പറ്റില്ലല്ലോ. അത് ഓരോ സന്ദർഭവും സാഹചര്യവും ഉണ്ട്. പല വാക്കുകളും 2, 3, 4, 5 അർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, വിപരീതാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങളുണ്ട്. കിസ്ത് എന്ന വാക്കിന് നീതി എന്ന അർത്ഥമുണ്ട്, അനീതി എന്നും അർത്ഥമുണ്ട്. അത് ആ അർത്ഥം എവിടെ വെക്കണം അതിനനുസരിച്ച് നിയമങ്ങളുണ്ട്. അമർ റബ്ബി ബിൽ കിസ്തി, എൻ്റെ റബ്ബ് കിസ്ത് കൽപ്പിച്ചിരിക്കുന്നു. ഒരുത്തമ്പലാണ് കിസ്ത് അനീതി അർത്ഥമുണ്ട്, അവിടെ അള്ളാഹ് അനീതി കൽപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം വെച്ചാലോ ആ അർത്ഥം ശരിയല്ല. അവിടെ കിസ്തിനർത്ഥം നീതി എന്നാണ്. കിസ്ത് ചെയ്യുന്നവർ നരകത്തിൻ്റെ വിറകാവുന്നു എന്ന് പറഞ്ഞിടത്തോ അവിടെ കിസ്തിന് അനീതി എന്നാണ് അർത്ഥം. അത് ഓരോ വാക്ക് എവിടെ ഉപയോഗിക്കുന്നു, അതിൻ്റെ സന്ദർഭം ഏതാണ്, സാഹചര്യം ഏതാണ്, അത് വാചകഘടന എന്താണ് എന്നൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇതിൽ ഏതർത്ഥം വെക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സുമൂലി റുയത്തിഹി എന്ന് പറഞ്ഞ റുയത്തിന് അവിടെ ഇൽമ് എന്നോ മഅരിഫത്ത് എന്നോ അല്ല അർത്ഥം. മാത്രമല്ല ഫൈൻ ഗുമ്മ അലൈക്കും എന്ന് അതേ ഹദീസിൽ വരികയും ചെയ്തു. ഫൈൻ ഗുമ്മ അലൈക്കും, നിങ്ങൾക്ക് മേഘം മൂടിയാൽ നിങ്ങൾ ശഅബാൻ 30 പൂർത്തിയാക്കുക. അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവില്ലല്ലോ. ഫൈൻ ഗുമ്മ അലൈക്കും എന്നതിന് ഇന്നെന്താ പ്രസക്തി ഉള്ളത്? മേഘം മൂടിയാലും ചന്ദ്രൻ ഉണ്ടോ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഹദീസിൻ്റെ ഇന്ന് പ്രസക്തി ഇല്ല, ആ ഹദീസിൻ്റെ കാലം കഴിഞ്ഞു പോയി എന്ന് പറയേണ്ടി വരും. മേഘം മൂടിയാലും ചന്ദ്രൻ ഉണ്ടാകുമല്ലോ. എന്നിട്ടും ഫൈൻ ഗുമ്മ അലൈക്കും ഫഅക്മിലു ഇദ്ദത ശഅബാന 30, മേഘം മൂടിയാൽ നിങ്ങൾ ശഅബാൻ 30 പൂർത്തിയാക്കുക എന്ന് നബിതങ്ങൾ പറയുകയും ചെയ്തു. അതാണ് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിച്ചാൽ പോലെ. ഒരുപാട് ആൾക്ക് കുറേ വിഷയം ഉണ്ടാവുമല്ലോ. ഇതന്നെയല്ലേ, ഇതേ വിഷയം തന്നെയല്ലേ, നിങ്ങൾക്ക് മാത്രം സംസാരിച്ചാൽ പോലെ. ഇത്രയും ആളുകൾ സമയം കണ്ടല്ലോ, ഇവരൊക്കെ കാത്തിരിക്കല്ലേ. ഓക്കെ, അൽഹംദുലില്ലാ. ഇനി അതിൽ നമ്മൾ ഇറക്കിയ നല്ലൊരു പുസ്തകമുണ്ട്, മാലിക് സലഫിയാണ് അത് എഴുതിയത്. ബാക്കി എല്ലാവരും കൂടി പരിശോധിച്ചതാണ്. പുസ്തകം പുറത്തിറക്കിയ മാസപ്പിറവി കണക്കും കാഴ്ചയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള നല്ലൊരു പുസ്തകം. ചെറിയ ബുക്കാണ്, പക്ഷേ അതിലുള്ള എല്ലാ ഏരിയയും അതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല ഒരു അവലംബമാണ്, നമുക്ക് ഉപയോഗിക്കാവുന്ന, ഈ വിഷയത്തിൽ പഠിക്കാവുന്ന നല്ലൊരു അവലംബമാണ്. താങ്കൾ പക്ഷെ വായിച്ചിട്ടുണ്ടാവാം, അല്ലാത്തവർക്ക് വേണ്ടി കൂടി പ്രത്യേകമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ അയച്ച കുറേ ചോദ്യങ്ങളുണ്ട്, എല്ലാം കൂടി പറയാൻ കഴിയുമെന്ന് അറിയില്ല. 3 കുട്ടികളുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അനന്തര സ്വത്ത് വീതം വെക്കുമ്പോൾ ഇയാളുടേതല്ലാത്ത മക്കൾക്ക് അനന്തര സ്വത്ത് കൊടുക്കേണ്ടതുണ്ടോ? അതിന് 3 കുട്ടിയല്ല 30 കുട്ടികളുണ്ടായാലും ആ കുട്ടികൾക്ക് സ്വത്ത് കിട്ടില്ല. ആ സ്ത്രീ കൊടുക്കേണ്ടി വരും. ആ സ്ത്രീയിലുള്ള കുട്ടികൾക്ക് ഇയാൾ വലിയാകുന്നില്ല, ഇയാളെ സ്വത്തിന് അവകാശം ലഭിക്കുന്നുമില്ല. കാരണം ഇയാളെ മക്കളല്ലല്ലോ, ഇയാളെ മക്കളല്ല, ഇയാൾ മറ്റൊരു വിവാഹം കഴിക്കുന്നു,
ആ സ്ത്രീക്ക് ആദ്യത്തെ ഭർത്താവിൽ മക്കളുണ്ട്, ആ മക്കൾക്ക് ഇയാളുടെ സ്വത്ത് അവകാശം ലഭിക്കുകയോ ഇയാൾ ആ മക്കളുടെ വലിയായി മാറുകയോ ചെയ്യുന്നില്ല. വലിയ വേറെയാണ്, അതേപോലെ അനന്തരാവകാശങ്ങളും അവരിലേക്ക് പോവുകയില്ല. ആ സ്ത്രീ ഇയാളുടെ ഭാര്യ എന്ന നിലയ്ക്ക് ഇയാൾ മരിക്കുമ്പോൾ അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അവൾ ഭാര്യയാണെങ്കിൽ അവൾക്ക് ഇയാളുടെ സമ്പത്തിൻ്റെ 1/8 അവകാശമുണ്ടാകും എന്ന് മാത്രം. ഒരു നോമ്പ് നഷ്ടപ്പെട്ട് നമ്മുടേത് എന്ന് പറയുന്നു, എന്താണ് മറുപടി? ഇല്ല, ഒരിക്കലും ഇല്ല, അത് നഷ്ടപ്പെട്ടില്ല, നോമ്പ് നഷ്ടപ്പെടില്ല. അതൊക്കെ ഈ പറഞ്ഞ രൂപത്തിലെ ചില വിശ്വാസുകൾ മാത്രമാണ്. അപ്പോൾ നേരത്തെ താങ്കളുടെ സംസാരത്തിൽ സൂചിപ്പിച്ചു, മാർച്ച് 1-നാണ് നമ്മുടെ കലണ്ടറിലൊക്കെ റമദാൻ 1, പിന്നെ വന്ന് മാർച്ച് 2-നാണ്. ശരിയാണ്, കാരണം നമ്മൾ കലണ്ടർ അടിക്കുമ്പോൾ 1 മിനിറ്റ് ഉദയമുണ്ടെങ്കിലും പിറ്റേന്ന് 1 എന്ന് കൊടുക്കും. കലണ്ടർ തയ്യാറാക്കുമ്പോൾ ഇപ്പോൾ ഫെബ്രുവരി 28-ന് 1 മിനിറ്റ് ഉദയമുണ്ടെങ്കിൽ പോലും പിറ്റേന്ന് 1 എന്നാണ് കൊടുക്കുക. ആ 1 മിനിറ്റ് മാസം കാണുമോ ഇല്ലേ എന്നുള്ളത് കലണ്ടർ തയ്യാറാക്കുമ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല. അത് ആ സമയം ആകുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ കണ്ടാൽ പിറ്റേന്ന് 1 കണ്ടില്ലെങ്കിൽ പിറ്റേന്ന് 30 പൂർത്തിയാകും. അപ്പം അതിനപ്പുറത്തേക്ക് 1 മാറും. അതാണ് കലണ്ടർ. ആ കലണ്ടറിൽ അടിച്ചു എന്ന് എഴുതിയിട്ട് ഇനി നമ്മൾ കാഴ്ച നോക്കേണ്ടതില്ല, കലണ്ടർ ഇപ്പം എന്താ കാട്ടുക എന്ന് വിചാരിക്കാൻ പറ്റില്ല. കലണ്ടർ നമ്മൾ തയ്യാറാക്കിയതാണ്. പിറവി ഉണ്ടെങ്കിൽ പിറ്റേന്ന് 1 കൊടുക്കും, അത് കണ്ടാൽ 1 കണക്കാക്കും, ഇല്ലെങ്കിൽ അന്ന് 30 കണക്കാക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പിറ്റേന്ന് ചന്ദ്രനെ കാണുമ്പോൾ കുറച്ചധികം വലിപ്പമുണ്ടാകും, സ്വാഭാവികമാണ്. ഇപ്പം നാളെ ചന്ദ്രൻ കുറച്ച് വലുതായി കാണും, അതിനർത്ഥം നമുക്ക് പെരുന്നാൾ നഷ്ടപ്പെട്ടു എന്നല്ല, അതിന് പെരുന്നാൾ ദിവസം നോമ്പ് പറ്റുമെന്നുമല്ല. അത് ചന്ദ്രൻ്റെ പ്രായത്തിനനുസരിച്ച് അതിൻ്റെ വലിപ്പത്തിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ട് നാളെ കാണുമ്പോഴും കുറച്ച് വലുതായി കാണും. അപ്പോൾ കണ്ടോ ഇതും പഴച്ചു എന്ന് വിചാരിക്കേണ്ടതില്ല. നബി തങ്ങളുടെ കാലത്ത് അങ്ങനെ സംഭവം ഉണ്ടായി. അവർ മാസം കണ്ടില്ല, 30 പൂർത്തിയാക്കി. പിറ്റേന്ന് അവർ കണ്ടപ്പോൾ അല്പം വലുതായി ഉയർന്നു കണ്ടപ്പോൾ ഒരു പറഞ്ഞു, ഇത് 1 ഇത് 2 അപ്പം നബി തങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്നാണോ കണ്ടത് ആ ദിവസം മുതൽ നിങ്ങൾ കണക്ക് കൂട്ടിക്കൊള്ളുക എന്നാണ് നബി തങ്ങൾ അതിന് നൽകിയ മറുപടി. അല്ലാഹു അഅലം. മറ്റൊന്ന്, നോമ്പ് സമയത്ത് ഭാര്യാഭർത്തൃ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഫിദിയ കൊടുക്കേണ്ടത് എങ്ങനെ? 2 പേരും കുറ്റക്കാരാകുമോ? 2 തുല്യമായി ചെയ്യണമോ? റമദാനിൻ്റെ പകൽ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ഗൗരവമുള്ള പാതകമായിട്ടാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ അതിനെ പരിചയപ്പെടുത്തിയത്. അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. 1-ാമത്തെ പ്രായശ്ചിത്തം ഒരു അടിമയെ മോചിപ്പിക്കുക എന്നതാണ്. അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് സാധ്യമല്ല, ഇന്ന് അടിമ സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ല. അതുകൊണ്ട് 2-ാമത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യേണ്ടത്. 2-ാമത്തെ വഴി 60 ദിവസം 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുക. 2 അറബി മാസങ്ങൾ തുടർച്ചയായി നോമ്പെടുക്കുക. ഷഹ്റൈനി മുത്തതാബിഐനി, 2 മാസങ്ങൾ തുടർച്ചയായി നോമ്പെടുക്കുകയാണ് വേണ്ടത്. ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെ പൂർണ്ണമായും 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുകയാണ് വേണ്ടത്. അത് 2 പേരും നോൽക്കണം, ഭാര്യയും ഭർത്താവും ആ നോമ്പെടുക്കണം. ഇനി അതല്ല ഭാര്യ പിതർക്കുകയും ഭർത്താവ് നിർബന്ധിച്ച് അവളെ അതിന് വിധേയമാക്കുകയും ചെയ്തൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ചില ഇളവുകൾ പറയാം എന്നല്ലാതെ സാധാരണഗതിയിൽ ഭാര്യയും ഭർത്താവും ആ നോമ്പെടുക്കുകയാണ് വേണ്ടത്. അത് ഇടയിൽ മുറിഞ്ഞു പോകാൻ പോലും പാടില്ല. 2 അറബി മാസം തുടർച്ചയായി നോമ്പെടുക്കേണ്ടതുണ്ട്. അഥവാ തുടർച്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും അവർ 2ാമത് ആരംഭിക്കേണ്ടതുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് അതിനിടയിൽ സ്വാഭാവികമായും ആർത്തവ സമയം വരും. ആ സമയത്ത് നോമ്പ് വയ്ക്കാൻ പാടില്ല. അത് കഴിച്ച് ബാക്കി ദിവസം അവർ നോക്കുകയും വേണം. അങ്ങനെ നോറ്റ് ഒരു 40 ദിവസം 50 ദിവസം നോറ്റപ്പോൾ ഒരു ദിവസം നോൽക്കാതെ പോയി എങ്കിൽ വീണ്ടും അവർ 1 മുതൽ ആരംഭിക്കേണ്ടതുണ്ട്. അതാണ് ഇതിൻ്റെ പ്രായശ്ചിത്തം. അത് കഴിയാത്ത സാഹചര്യമാണെങ്കിൽ, അനാരോഗ്യമുണ്ട്, മറ്റു കാര്യമായ രോഗമുള്ള ആളുകളാണ്, അവർക്ക് നോമ്പെടുക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഘട്ടമാണെങ്കിൽ മാത്രം 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞു. നോമ്പെടുക്കാൻ കഴിയുന്ന ഒരാൾ ഭക്ഷണം നൽകിയിട്ട് കാര്യമില്ല. അടിമയെ മോചിപ്പിക്കാൻ സാധിക്കുന്ന അവസരത്തിൽ നോമ്പ് നോറ്റിട്ടും കാര്യമില്ല. 1-ാമത്തേത് അടിമയെ മോചിപ്പിക്കലാണ്. കഴിയില്ലെങ്കിൽ മാത്രമാണ് നോമ്പെടുക്കാൻ പറഞ്ഞത്. അതിനും കഴിയില്ലെങ്കിൽ മാത്രമാണ് 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത്ര ഗൗരവമാണ് റമദാനിൻ്റെ ഒരു പകൽ. അവിടെ അന്യായമായി റമദാനിൻ്റെ പകലിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നതാണ് അതിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. വേറെ ഇവിടെ നിന്നൊക്കെ ചോദിക്കണ്ടോ? മനസ്സിലിപ്പം ഇങ്ങോട്ട് എന്നാൽ സമാധാനം കസാത്ത ഈ മെഹറമില്ലാതെ ഈ ഹജ്ജിൻ്റെ ഉംറൻ്റെ വിധി എന്താണ്? അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പൊക്കെ ഉള്ള
മെഹ്റമില്ലാതെ സ്ത്രീകൾക്ക് ഹജ്ജ് ഉംറ യാത്രകൾ പോകാൻ പറ്റുന്ന വിധി എന്താണെന്ന് നിൽക്കുന്നതിനെ പറഞ്ഞാൽ അത് പാടില്ല എന്ന് തന്നെയാണ്. ഒരു സ്ത്രീ യാത്ര പോകണമെങ്കിൽ മെഹ്റമായ ഒരാൾ കൂടെ വേണം. അവളുടെ ഭർത്താവ്, അവളുടെ പിതാവ്, സഹോദരന്മാർ, മക്കൾ, അതേപോലെ പിതൃ സഹോദരന്മാർ, മാതൃ സഹോദരന്മാർ, എളാപ്പ, മുത്താപ്പ, അമ്മാവന്മാർ. ഇതാണ് ഒരു പെണ്ണിൻ്റെ മെഹ്റം എന്ന് പറയുന്നത്. അങ്ങനെ മെഹ്റമായ ഒരാൾ കൂടെ ഇല്ലാതെ ഒരു സ്ത്രീ യാത്ര പോവുക എന്നത് അവൾക്ക് അനുവദനീയമല്ല. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന സ്ത്രീയും അങ്ങനെ ചെയ്യാവതല്ല എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അത് ഹജ്ജിനായാലും ശരി, ഉംറക്കായാലും ശരി, മറ്റുള്ള യാത്രയാണെങ്കിലും ശരി, ഒരിക്കലും അങ്ങനെ യാത്ര പോകാൻ പാടില്ല. ഇന്നിപ്പോൾ പലരും അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ, അങ്ങനെ പ്രൊമോട്ട് ചെയ്തു എന്നുകൊണ്ട് മാത്രം അതൊരിക്കലും ന്യായമാവുകയില്ല. ഒറ്റപ്പെട്ട ചില ഫത്വകളിലൊക്കെ അവരുടെ സുരക്ഷ അവർക്ക് ബോധ്യമാണെങ്കിൽ പോകാം എന്നൊക്കെ പറഞ്ഞ ചില ആധുനിക പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കതങ്ങനെ അതൊരു പ്രൊമോട്ട് ചെയ്ത് പറയാവുന്ന ഒരു ഫത്വയല്ല. പൊതുവെ സ്ത്രീകൾ ഒരു യാത്ര എന്ന് പറയാവുന്ന യാത്രയാണെങ്കിൽ, സാധാരണ ഒരു സാധനം വാങ്ങാൻ കടയിൽ പോയി അതല്ല, ഒരു യാത്ര എന്ന് പറയാവുന്ന സഫർ, മുസാഫിർ എന്ന് പറയാവുന്ന ഒരു യാത്രയാണെങ്കിൽ മെഹ്റമായ ഒരാളുടെ കൂടെ മാത്രമാണ് സ്ത്രീ യാത്ര ചെയ്യാൻ അനുവാദമുള്ളത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഇഖ്തിലാഫുൽ ഹദീസിലൊക്കെ അദ്ദേഹം വിശദമായ ഈ ഭാഗം ചർച്ച ചെയ്യുകയും അങ്ങനെ മെഹ്റമിന് ഹജ്ജിന് പോകാൻ ശേഷിയില്ലെങ്കിൽ ആ സമ്പത്ത് കൂടി കൊടുക്കേണ്ട ബാധ്യത ഈ പെണ്ണിനുണ്ടോ എന്ന് വരെയുള്ള ചർച്ചകളൊക്കെ അദ്ദേഹം അവിടെ കൊണ്ടുവന്നതായി കാണാൻ കഴിയുന്നുണ്ട്. വല്ലാഹു അഅലം. ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ നമുക്ക് പബ്ലിക് കംപ്ലീറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ, അതായത് ഒരു മുസല്ല വെച്ച് നിസ്കരിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് ഇരുന്ന്, അതായത് ചെയറിലിരുന്ന് നിസ്കരിക്കാം. നിസ്കാരം ഫർളാണെങ്കിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത്. അതാണ് അടിസ്ഥാനം. സ്വല്ലി ഖായിമൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് നൽകിയ ഉപദേശം. അദ്ദേഹം പൈൽസ് ബാധിച്ച് രോഗിയായി ശരീരമാകെ വളരെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നബി തങ്ങൾ അദ്ദേഹത്തെ കാണാൻ വന്നപ്പോഴും നബി തങ്ങൾ കൊടുത്ത ഉപദേശം സ്വല്ലി ഖായിമൻ, നീ നിന്ന് നിസ്കരിക്കുക. ഫഇല്ലം തസ്തതി, സാധ്യമല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുക. അപ്പൊ കഴിയുമെങ്കിൽ നിൽക്കുക തന്നെ വേണം. നമ്മൾ ആളുകൾ കണ്ടാലും മോശമല്ലേ എന്നുള്ളത് അത് ന്യായമല്ല. നിലക്ക് നമുക്ക് അവിടെ നിൽക്കാവുന്ന ഒരു സാഹചര്യം ഇല്ല എങ്കിൽ മാത്രമേ ഇരുത്തത്തിലേക്ക് പോകാവൂ. അത് തന്നെ ഒരു പക്ഷേ അവിടെ നിസ്കരിക്കാതെ കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ നമുക്ക് നിന്ന് നിസ്കരിക്കാൻ സാഹചര്യമുണ്ട് എങ്കിൽ കാത്തിരിക്കണം. ഇപ്പോൾ ട്രെയിനിൽ, ഫ്ലൈറ്റിൽ, അത് മറ്റു വാഹനത്തിൽ കാത്തിരിക്കുന്ന ആളുകൾ പോലും ട്രെയിനിൽ കയറിയാൽ പിന്നെ നിൽക്കേണ്ടതില്ല, വിമാനത്തിൽ കയറി നിൽക്കേണ്ടതില്ല എന്നൊന്നുമില്ല. അവിടെയൊക്കെ നിന്ന് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. നിസ്കാരം എവിടെയും ഫർളാണെങ്കിൽ നിന്നുകൊണ്ടാണ് നിർവഹിക്കേണ്ടത്. അത് കഴിയാത്ത സാഹചര്യം വന്നാൽ മാത്രം, നിസ്കാരം നഷ്ടപ്പെട്ടു പോകും എന്നുണ്ടെങ്കിൽ മാത്രമേ ഇരിക്കാൻ അനുവാദമുള്ളൂ. അല്ലാതെ നിൽക്കാൻ വല്ല സാഹചര്യം ഉണ്ടെങ്കിൽ നിന്ന് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അല്ലാഹു അഅലം. ഇവിടെ വന്ന മറ്റു ചോദ്യം ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ടാണ്. 2-3 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ തറാവീഹ് നിസ്കാരത്തിന് 2 ജമാഅത്ത് സംഘടിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 2 നിസ്കാരമല്ല, ഒറ്റ നിസ്കാരം 2 സമയത്തായി നിസ്കരിക്കുന്നു എന്ന് മാത്രം. എല്ലാവരും രാത്രി 2 മണിക്കോ 3 മണിക്കോ വന്ന് നിസ്കരിക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ ഇശാക്ക് ശേഷം ചിലപ്പോൾ ജമാഅത്തിന് ഉണ്ടാവില്ല. രാത്രി 2 മണിക്ക് ആരും വരുന്നില്ലെങ്കിൽ ആ സമയത്തും ജമാഅത്ത് ഉണ്ടാവില്ല. ഏറ്റവും നല്ല നിസ്കാരം ദീർഘമായ നിസ്കാരമാണെന്ന് കാര്യത്തിൽ സംശയം ഏതുമില്ല. നബി തങ്ങളുടെ നിസ്കാരം ദീർഘമായ നിസ്കാരമായിരുന്നു. ധാരാളമായി ഖുർആൻ ഓതി, ധാരാളമായി റുക്കൂഇൽ നിന്ന്, ധാരാളമായി സുജൂദിൽ കിടന്നുകൊണ്ടൊക്കെ നബി തങ്ങൾ ദീർഘമായി നിസ്കരിച്ചു. നബിയുടെ നിസ്കാരം അവസാനിക്കുമ്പോൾ ഇനി ഞങ്ങൾക്ക് അത്താഴം കഴിക്കാൻ സമയമുണ്ടാവില്ലേ എന്ന് പോലും ഭയപ്പെട്ടു എന്നൊക്കെ സ്വഹാബിമാർ പറഞ്ഞത് കാണാൻ കഴിയും. 11 റക്അത്താണ് നബിയുടെ പ്രവൃത്തിയിൽ സ്ഥിരപ്പെട്ടു വന്നത്. നബി ചെയ്ത ഫിഅല് 11 റക്അത്തിനേക്കാൾ അപ്പുറം നബി തങ്ങൾ നിസ്കരിക്കാറില്ല. നബിയുടെ സാധാരണ പതിവ് അതാണ്. നബിയുടെ സാധാരണ പതിവ് 11-ലധികം നിസ്കരിക്കാതിരിക്കുക. ചില സന്ദർഭങ്ങളിൽ നബി 13 നിസ്കരിച്ചാൽ ഇതൊക്കെ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. നബിയുടെ സാധാരണ പതിവ് 11 റക്അത്താണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എത്ര ദീർഘമായി നിസ്കരിക്കാൻ കഴിയുമോ അത്രയും ഖൈറാണ്. റമദാനിൽ മാത്രമാണ് ജമാഅത്ത് സുന്നത്തുള്ളത്. അല്ലാത്ത സമയത്ത് ഈ നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല, ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത്. റമദാനിൽ പ്രത്യേകമായി ജമാഅത്തായി നിസ്കരിക്കാൻ കൽപ്പിച്ചു. അതാണ് റമദാനും അല്ലാത്ത നമ്മൾ വ്യത്യാസം. അല്ലാത്തപ്പോൾ നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കാം, റമദാനിൽ ജമാഅത്തായും നിസ്കരിക്കാം. അതാണ് വ്യത്യാസമുള്ളത്.
അപ്പോൾ ഒരാൾ ഇപ്പോൾ എല്ലാവരും ഇശാക്കേശം ആരംഭിച്ച് ഏതാണ്ട് ഒരു അത്താഴം കഴിക്കുന്ന സമയം വരെ നിസ്കരിക്കാൻ തയ്യാറാണ് എങ്കിൽ ഏറ്റവും അഫ്ദൽ അത് തന്നെയാണ്. 10 മണിക്ക് തുടങ്ങി ഒരു 4 മണി വരെ നിന്ന് നിസ്കരിക്കുക. 11 റക്അത്ത് ദീർഘമായി ഖുർആൻ ഓതി കുറേ സമയം സുജൂദിൽ റുക്കൂഇൽ നിർവഹിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾ നിസ്കരിക്കുകയാണ് എങ്കിൽ ഏറ്റവും അഫ്ദൽ അതാണ്, സംശയമൊന്നുമില്ല. എന്നാൽ അങ്ങനെ നിൽക്കാൻ കഴിയാത്ത കുറേ ആളുകൾ ഉണ്ടാകും. ശാരീരികമായ പ്രയാസമുള്ള ആളുകൾ, പ്രായമുള്ള ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, അവർക്കൊക്കെ ഇങ്ങനെ നിൽക്കാൻ കഴിയാത്തൊരു ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായും സൗകര്യത്തിന് വേണ്ടി 2 ജമാഅത്ത് നടപ്പാക്കി എന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് അവസാന 10 ആകുമ്പോൾ നബിതങ്ങൾ ഹയാത്താക്കിയതാണ് അവസാന 10. അഹയാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു, നബിതങ്ങൾ രാത്രി ഹയാത്താക്കും, കുടുംബത്തെ വിളിച്ചുണർത്തും എന്നൊക്കെ പറഞ്ഞാണ് അവസാന 10. മറ്റു ദിവസങ്ങളെക്കാൾ ഏറെ നബിതങ്ങൾ അവസാനത്തെ 10 പരിശ്രമിക്കുമായിരുന്നു എന്ന് പ്രത്യേകമായി പറഞ്ഞു. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവസാന 10 ദീർഘമായി നിസ്കരിക്കാൻ തയ്യാറുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മറ്റൊരു ജമാഅത്ത് നടപ്പാക്കുന്നു. ആരുമില്ലെങ്കിലോ ജമാഅത്തില്ല. ഇനി ഒരാളൊറ്റയ്ക്കുണ്ട്, അയാൾ നിസ്കരിക്കാണ്, അയാൾക്ക് നിസ്കരിക്കാം. ഇത് സുന്നത്തായ നിസ്കാരമാണ്. ഇതിന് ജമാഅത്തിൽ പങ്കെടുക്കൽ നിർബന്ധമൊന്നുമില്ല. ഇവിടെ ജമാഅത്ത് നടക്കുമ്പോൾ തന്നെ ഒരാൾക്ക് നിസ്കരിക്കാതെ ഇറങ്ങിപ്പോകണമെങ്കിൽ അയാൾക്ക് പോകാം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് ആ ജമാഅത്ത് പുനഃസ്ഥാപിച്ചത്. ആ പുനഃസ്ഥാപിച്ചപ്പോഴും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ജമാഅത്ത് നടപ്പാക്കാൻ കാരണം എന്താണ്? അദ്ദേഹം പള്ളിയിൽ വന്നപ്പോൾ അദ്ദേഹം പള്ളിയിൽ വന്നപ്പോൾ ആളുകൾ വ്യത്യസ്ത സംഘങ്ങളായി നിസ്കരിക്കുന്നു. ചില ആളുകൾ ഒറ്റക്ക് നിസ്കരിക്കുന്നു, വേറെ ചില ആളുകൾ മറ്റുള്ളവരുടെ കൂടെ കൂടി നിസ്കരിക്കുന്നു. ഇങ്ങനെ ഒരേ സമയത്ത് വ്യത്യസ്തമായ സംഘങ്ങളായി പള്ളി നിസ്കാരം നടക്കുന്നതാണ് ഉമർ ഖത്താബ് കണ്ടത്. ആ നിസ്കരിക്കുന്നവർക്ക് സ്വഹാബിമാരും താബീങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ആ സ്വഹാബത്തും താബീങ്ങളും മനസ്സിലാക്കിയത് ഒരേ സമയത്ത് ഒന്നിലേറെ ജമാഅത്ത് നടത്താൻ പറ്റും എന്നാണല്ലോ. അല്ലാതെ ഉണ്ടാവുന്നല്ലോ. ഒരേ സമയത്ത് തന്നെ അവർക്ക് ചെറിയ ചെറിയ സംഘങ്ങൾ നിസ്കരിക്കാൻ വിരോധമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അവരങ്ങനെ നിസ്കരിച്ചത്. കാരണം അദ്ദേഹം ഉമർ ഖത്താബ് പള്ളി വന്നപ്പോൾ ഇതാണ് കാണുന്നത്, വ്യത്യസ്തമായ രൂപത്തിൽ ആളുകൾ നിസ്കരിക്കുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഇമാമിലേക്ക് നിസ്കരിച്ചുകൂടെ? അങ്ങനെയാണ് ഉബയ്യ് ഇബ്നു കഅബിനെ ഇമാമായി നിശ്ചയിച്ചു കൊടുക്കുന്നത്. ആ ജമാഅത്തിൽ ഉമർ ഖത്താബ് പങ്കെടുക്കാറില്ല. ആ ജമാഅത്ത് ഇശാക്ക് ശേഷമാണ്. ഉമർ ഖത്താബ് പറയുമായിരുന്നു, വല്ലത്തി തനാമുന അൻഹാ അഫ്ളലു മിനല്ലത്തി തഖൂമുന യഅനി ആഖിറൽ ലൈൽ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടാണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയമാകുന്നു ഈ സമയത്തേക്കാൾ ശ്രേഷ്ഠമായത് എന്ന് ഉമർ ഖത്താബ് പറയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നിസ്കരിക്കാൻ ഏറ്റവും നല്ല സമയം രാത്രിയുടെ അവസാന സമയമാണ്. അതാണ് ഉറങ്ങുന്ന സമയം എന്ന് പറഞ്ഞത്. അല്ലാഹു തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞ, ആരുണ്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ഉത്തരം നൽകാം, ആരുണ്ട് ചോദിക്കാൻ ഞാൻ തരാം എന്ന് പറയുന്ന സന്ദർഭമാണ് രാത്രിയുടെ അവസാന സമയം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയമെന്ന് ഉമർ ഖത്താബ് തന്നെ പറയുകയും ചെയ്തു. അപ്പം നമുക്ക് സൗകര്യത്തിന് വേണ്ടി 2 ജമാഅത്ത് നടപ്പാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ 2ലും ഒരാൾ പങ്കെടുത്തില്ല, ഒരാൾ ഖുർആൻ ഓതി അവിടെ ഇരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല, ആ ജമാഅത്ത് പങ്കെടുക്കുന്നേ ഇല്ല വിചാരിക്കുക. അയാൾ പിന്നീട് ഒറ്റയ്ക്ക് കുറച്ചുകൂടി ദീർഘമായി നിസ്കരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ 2 മണിക്കാണ് രാത്രി നിസ്കരിക്കുന്നത്, മിനിയൂട്ടിൽ 1:30 നിസ്കരിക്കുന്നത്. അപ്പം ഇന്നലെ കുറച്ച് ആലോചിച്ചാൽ ഉസ്താദ് നമ്മൾ ഒരു 1 മണിക്കാക്കിയാലോ എന്ന് വെച്ചപ്പോൾ സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു അത് കഴിയില്ല, 1:30 മതി, ആയിക്കോട്ടെ 1:30 മതി. അതാണ് ഇവിടെ നമ്മൾ പുളാപ്പീസിൽ പുതിയ പള്ളിയൊന്നും നിങ്ങൾ വിശ്വാസക്കാരം കഴിഞ്ഞാൽ ചോദിക്കും, ആരെ നിസ്കരിക്കാണ്ട് ചോദിക്കും, ഉണ്ടെങ്കിൽ നിസ്കരിക്കും. ആരും നിസ്കരിക്കാനില്ല, എന്നാൽ വേണ്ട, നമുക്ക് ഈ ജമാഅത്ത് വേണ്ട നോക്കും. ഇശാക്കേഷൻ ജമാഅത്തില്ല, ആരും നിസ്കരിക്കാൻ എല്ലാവരും ആ ജാമ്യക്ക് പോവാണ്, എല്ലാവരും മിനിയൂട്ടി പോവാണ്, എല്ലാവരും ആ നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണെന്ന് പറഞ്ഞാൽ ശരി അങ്ങോട്ട് പോയിക്കോടി, നമുക്ക് ഇവിടുന്ന് ജമാഅത്ത് വേണ്ട. അല്ല ആരെങ്കിലും പറയാം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, ഞങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് നിസ്കരിക്കാം എന്ന് പറയുകയും ചെയ്യും. അത് അത്രയേ ഉള്ളൂ. ഒരു സുന്നത്തായ നിസ്കാരമാണ്. അതിന് ഇഷാ മുതൽ സുബഹി വരെ സമയമുണ്ട്. അതിന് സൗകര്യപൂർവ്വം നിസ്കരിക്കാം. ഒരാൾക്ക് ദീർഘമായി ഖുർആൻ ഓതി 3, 4, 5 മണിക്കൂർ നിസ്കരിക്കണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാൻ പറ്റും. കുടുംബത്തെ കൂട്ടി ജമാഅത്ത് നിസ്കരിക്കണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാൻ പറ്റും. ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ പറ്റും. ഫർള് നിസ്കാരം പോലെ ഈ സുന്നത്തിൽ ഈ ജമാഅത്തിൽ പങ്കെടുക്കൽ നിർബന്ധമായ ബാധ്യതയൊന്നും ഈ വിഷയത്തിലില്ല. ഇനി ഒരാൾ നിസ്കരിച്ചത് തന്നെ ഇല്ല വിചാരിക്കാം, തറാവി നിസ്കരിച്ചതേ ഇല്ല, ഒരു കുഴപ്പമില്ല, ഈ നിസ്കാരം സുന്നത്താണ്, അയാൾക്ക് ആ കൂലി നഷ്ടപ്പെട്ടു, ആ ഫർള് നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഫർള് നിസ്കാരം ഒഴിവാക്കുന്ന പോലത്തെ ഒരു കുറ്റം അയാൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കിട്ടാനൊന്നും ഇല്ല. അതാണ് ഈ വിഷയത്തിലുള്ളത്. അപ്പം അതിന് ഇനി വേറെ തെളിവുണ്ടോ വാദം കണ്ടോ ചോദിച്ചാലുള്ള നിസ്കാരമൊന്നും മുടക്കേണ്ട കാര്യം ഈ വിഷയത്തിലില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. രണ്ടിലും പങ്കെടുക്കാൻ പറ്റുമോ വെച്ചാൽ ഒരു നിസ്കാരം 2 തവണ നിസ്കരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഒരു നിസ്കാരം 2 വർഷം നിസ്കരിക്കാൻ പറ്റുമോ വെച്ചാൽ എന്താണോ മറുപടി അതാണ് ഇതിലുള്ളത്. ഒരു നിസ്കാരം 2 വർഷം നിസ്കരിക്കാൻ പറ്റുമോ വെച്ചാൽ പാടില്ലായികയില്ല.
പക്ഷെ അങ്ങനെ നിസ്കരിക്കുകയാണ് എങ്കിൽ 2 പ്രാവശ്യം വിത്തറാക്കാൻ പാടില്ല. ഒരു രാത്രി 2 വിത്തറില്ല എന്ന ഹദീസ് പ്രകാരം 2 വിത്തർ എന്നുള്ളത് വരാൻ പാടില്ല. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകിൽ ഒന്നാമത്തിൽ ഒറ്റയാക്കാതിരിക്കുന്നു, എന്നിട്ട് പിന്നീട് ഒറ്റയാക്കുന്നു. പക്ഷെ നബിയുടെ ഫിഅല് 11 11 നിസ്കരിച്ചിട്ടില്ല എന്ന നബിയുടെ സാധാരണ പതിവ് പ്രകാരം ആ 11 എത്ര ദീർഘമായി നിസ്കരിക്കാൻ കഴിയുമോ അതാണ് ഏറ്റവും അഫ്ദലായത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. സാലറിന് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ടാക്സ് കൊടുക്കുന്നുണ്ട്, സക്കാത്തും കൊടുക്കുന്നുണ്ട്, പിന്നെ അക്കൗണ്ടിൽ പലിശയും വരുന്നുണ്ട്. അപ്പോൾ ആ പലിശ ഈ ടാക്സ് നൽകുന്നതിലേക്ക് നിയത്താക്കാൻ പറ്റുമെന്നാണ്. അത് പറ്റൂല. കാരണം അതിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ഉപകാരം അയാൾക്ക് തന്നെയാണ് ലഭിക്കുന്നത്. ആ പലിശ അയാൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്കൊന്നും വിനിയോഗിക്കാവതല്ല. അപ്പോൾ അയാൾ ടാക്സിലേക്ക് ഇത് മാറ്റുമ്പോൾ ആ പലിശ അയാൾക്ക് തന്നെ ഉപകാരം ലഭിക്കുന്നു. അങ്ങനെ സ്വന്തത്തിന് ഉപകാരം ലഭിക്കുന്ന രീതിയിലേക്ക് അത് മാറാവതല്ല. ഏറി വന്നാൽ തനിക്ക് ഉപകാരമില്ലാത്ത മറ്റേതെങ്കിലും വഴിയിലേക്കൊക്കെ കൊടുക്കാം എന്നാണ് പറഞ്ഞവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. പലിശയുടെ പണം അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഫത്വ പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് തനിക്ക് നയിക്കുന്നതിന് ഉപകാരമില്ലാത്ത, താനുമായി ബന്ധപ്പെടുന്ന ആൾക്ക് ഉപകാരമില്ലാത്ത രൂപത്തിലേക്ക് കൊടുക്കാമെന്നേ പറഞ്ഞവർ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അങ്ങനെ എടുക്കാൻ നമുക്ക് അനുവാദം പറയാൻ കഴിയില്ല. അല്ലാഹു അഅലം. തശഹുദിൽ വിരൽ ചൂണ്ടി ഇളക്കുന്നത് സുന്നത്താണോ? വിരൽ ചൂണ്ടൽ ഏതായാലും സുന്നത്താണ്, അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് പിന്നെ ഇഷാറത്താക്കുക എന്നത് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അത് ഇളക്കണമോ വേണ്ടയോ എന്നതിൽ ഹദീസിൽ ചില വ്യത്യസ്തമായ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. നബി ഇളക്കാറുണ്ട് എന്ന് വന്ന ഹദീസ്, ആ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പഴയകാലം മുതൽ തന്നെ ഉണ്ട്. സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. സ്ഥിരപ്പെട്ടതാണ് എന്ന് പറയുന്നവർ അത് പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്നു. അതല്ല, അത് സ്ഥിരപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുന്നവർ അത് ആ നിലക്ക് പിന്നെ മാറ്റിവെക്കുന്നു. ഇളക്കാറില്ല എന്ന് പറഞ്ഞ മറ്റൊരു റിപ്പോർട്ട് വന്നു, അതും സ്വഹിയാണെന്ന് മനസ്സിലാക്കിയവരും സ്വഹി അല്ല എന്ന് മനസ്സിലാക്കിയവരും എല്ലാം പണ്ഡിത ലോകത്തുണ്ട്. അതിൽ നിന്നാണ് ആ ഒരു ചർച്ച വരുന്നത്. ഏതായാലും ഇളക്കാത്ത ഒരാൾ നിർബന്ധമായും പിടിച്ച് ഈ ഇളക്കിങ്കിലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് ഇളക്കിപ്പിക്കാൻ മാത്രം വലിയ തെളിവൊന്നും ആവശ്യത്തിനില്ല. ഇളക്കുന്നത് കണ്ടാൽ അത് പരിഹസിക്കാനും അത് ശരിയല്ല എന്ന് പറഞ്ഞ് അയാൾ ആക്ഷേപിക്കാൻ നമുക്കതിന് വകുപ്പുമില്ല എന്നേ അതിലൊക്കെ പറയാൻ കഴിയുകയുള്ളൂ. അല്ലാഹു അഅലം. ഇത്രയുമാണ് വന്ന ചോദ്യങ്ങളുള്ളത്. പിന്നെ ആയിഷ റളിയല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണ്ടല്ലോ, ഇപ്പോൾ ഒരു രാത്രി നമുക്ക് ലൈലത്തുൽ ഖദറാണ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രാർത്ഥനയാണ് ചെല്ലേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു രാത്രി ലൈലത്തുൽ ഖദറാണ് തോന്നാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ? തോന്നാനുള്ള കാരണം അവസാനത്തെ 10 ആവുക, ഒറ്റയായ രാത്രി ആവുക, അപ്പോഴേ തോന്നുള്ളൂ, അല്ലാതെ തോന്നൂലല്ലോ. അപ്പോൾ നബിതങ്ങൾ നമ്മൾ പറഞ്ഞത് തഹറൗ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ നിങ്ങൾ പ്രതീക്ഷിക്കുക അവസാന 10-ൽ, അതേപോലെ ഒറ്റയായ രാവുകളിൽ. അപ്പോൾ അവസാനത്തെ 10 നമുക്ക് തോന്നണം എല്ലാ ദിവസവും ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുണ്ട്. ഒറ്റയായ രാവാകുമ്പോൾ അന്ന് നമുക്ക് തോന്നും ഇന്ന് ആവാൻ സാധ്യതയുണ്ട്. അതാണ് ചോദ്യം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അടയാളം കണ്ടുകാണ്ടപ്പോൾ ഇന്ന് ലൈലത്തുൽ ഖദറാണ് എന്ന് മനസ്സിലാക്കി അന്ന് മാത്രം ചൊളിവിൽ രക്ഷപ്പെട്ടു പോകാനൊന്നും നമ്മളെപ്പോലത്തെ ആൾക്കാർ ശ്രമിക്കും, എന്നാലും അങ്ങനെ വകുപ്പതിന് ഇല്ല. അതൊക്കെ പിന്നീട്, അത് നബിയുടെ കാലത്ത് ഒരിക്കൽ ഉണ്ടായതാണ്, അത് എല്ലാ കൊല്ലവും ഉണ്ടായിക്കൊള്ളുന്നില്ല. നബിയുടെ കാലത്ത് ഒരിക്കൽ ഉണ്ടായി ഒരിതാണ്. നബി പറഞ്ഞു ഞാനിങ്ങനെ ചളിയിൽ സുജൂദ് ചെയ്യുന്നതായി കണ്ടു എന്ന് നബിതങ്ങൾ പറഞ്ഞു. അത് പിറ്റേന്ന് രാവിലെ അവർ കാണുകയും ചെയ്യുന്നതാണ്. കഴിഞ്ഞ ശേഷം കണ്ടത്, അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് ഒരിക്കൽ കണ്ടതായിട്ട് അവർ പറയുന്നതും. അത് എല്ലാ കൊല്ലം അങ്ങനെ മഴ പെയ്യണം എന്നൊന്നുമില്ല, ലോകത്ത് മുഴുവൻ മഴ പെയ്തുകൊള്ളൊന്നുമില്ല. ആ മഴ പെയ്യാൻ ഞാൻ അന്ന് ഈ വ്യത്യസ്ത എവിടെയും മഴ ചെയ്തില്ല, അന്ന് ലൈലത്തുൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അന്നുണ്ടായ ഒരിക്കലും മാത്രം അന്ന് പറഞ്ഞ സംഭവം മാത്രമാണത്. അത് 21-നായിരുന്നു ആ പറഞ്ഞ അന്ന്. അപ്പം അതുകൊണ്ട് എല്ലാ കൊല്ലം 21 കൊല്ലം എന്നോ അതൊന്നും അതിനർത്ഥമില്ല. നമ്മോട് നബിതങ്ങൾ പറഞ്ഞത് അവസാന 10-ൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ അവസാന 10 മൊത്തം നമ്മൾ അതിനൊക്കെ ഉപയോഗപ്പെടുത്തുക. അത് നബിതങ്ങൾ ചെയ്തു. നബിതങ്ങൾ അവസാനത്തെ 10-ൽ മറ്റു 10കളിൽ ഇല്ലാത്തത്ര പരിശ്രമങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് വന്നു. നേരത്തെ പറഞ്ഞ ഹദീസ് അഹ്യാ ലൈലഹു വൈഖദ അഹ്ലഹു വശദ്ദ മിഅ്സറഹു, നബി കുടുംബത്തെ വിളിച്ചുണർത്തും, രാത്രി ഹയാത്താക്കും, അരമുറുക്കി ഉടുക്കും എന്നാണ് ഒരു ഹദീസിൽ പ്രയോഗിക്കപ്പെട്ടത്. അങ്ങനെയൊക്കെയുള്ള പരിശ്രമങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുക. എന്നാലും ഈ വർഷത്തിൽ സാധ്യതയുള്ള ഇനി ബാക്കിയുള്ള ഏക ദിവസം ഇന്നാണ്. ബാക്കി എല്ലാ സാധ്യതയും കഴിഞ്ഞു. ഇനി സാധ്യതയുള്ള ദിവസങ്ങൾ ബാക്കിയുള്ളത് ഇന്നത്തെ രാത്രി മാത്രമാണ്. ഇതൊക്കെ ഇതുവരെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതും കൂടി ഉപയോഗപ്പെടുത്താം. റബ്ബ് നമുക്കും ലൈലത്തുൽ ഖദറിനെ ഉപയോഗപ്പെടുത്തിയ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ
തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. നമ്മൾ അവസാനിപ്പിക്കല്ലേ, ഉണ്ടാക്കി ചോദിക്കേണ്ടതില്ല. തയമ്മം ചെയ്യുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. തയമ്മം ചെയ്യാൻ യഥാർത്ഥത്തിൽ വേണ്ടത് ഭൂമിയുടെ ഉപരിതലമാണ്. ഫതയമ്മമു സഈദൻ ത്വയ്യിബ എന്നാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. വെള്ളമില്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ പോയാൽ ഫതയമ്മമു സഈദൻ ത്വയ്യിബ, വിശിഷ്ടമായ ഉപരിതലത്തെ നിങ്ങൾ ലക്ഷ്യം വെക്കുക. അപ്പം ഭൂമിയുടെ ഉപരിതലം എന്ന് പറയാവുന്ന ഏതും ഉപയോഗപ്പെടുത്താം. കല്ല്, മണ്ണ്, മണല്, പാറ, ഇഷ്ടിക തുടങ്ങി ഭൂമിയുടെ ഉപരിതലം എന്ന് പറയാവുന്ന ഏതും ഉപയോഗിക്കാം. മണ്ണ് തന്നെ വേണം എന്നില്ല, പാറയാവാം, കല്ലാവാം, അതൊക്കെയാണ് അതിലുള്ളത്. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും പോയിക്കാണ്ട് അടിച്ചാൽ മതി എന്ന് പറയാൻ യഥാർത്ഥം നമുക്ക് വലിയൊരു ന്യായമൊന്നും അതിൽ കാണുന്നില്ല. മറ്റേ ബസ്സിൻ്റെ സീറ്റുമ്പിലും അടുത്തിരിക്കുന്ന ആളെ പുറത്തൊക്കെ അടിച്ചാൽ മതിയൊക്കെ പറഞ്ഞ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് അങ്ങനെ ഒരു തെളിവ് അതിൽ പറയാൻ കഴിയില്ല. സ്വഈദൻ ത്വയ്യിബ എന്നാണ് പ്രയോഗം. അപ്പോൾ ഭൂമിയുടെ ഏതും പറ്റും. നബി ഞങ്ങളെപ്പോഴും ഭൂമി മുഴുവൻ എനിക്ക് മസ്ജിദാക്കിയിരിക്കുന്നു, തുഹൂറുമാക്കിയിരിക്കുന്നു. ഭൂമിയിൽ എവിടെയും നിസ്കരിക്കാം, ഭൂമിയുടെ എവിടെയും എനിക്ക് ശുദ്ധിയാക്കുകയും ചെയ്യാം എന്നാണ് ആ ഹദീസിൻ്റെ ആശയം. അതാണ് നമ്മളതിൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇനി അതല്ല നമ്മൾ ചുമരുമ്പിൽ പൊടിയുണ്ടെങ്കിൽ ആ പൊടി പരിഗണിച്ചുകൊണ്ട് പറ്റുന്നല്ലാതെ ഏത് ചുമരുമ്പിലും അടിക്കാമെന്ന് പറയാനൊന്നും നമുക്ക് കഴിയില്ല. അങ്ങനെ നമുക്ക് ഹദീസിൽ നിന്നും ആയത്തിൽ മനസ്സിലാകുന്നുമില്ല, പണ്ഡിതന്മാരും അങ്ങനെ ഫത്വ നൽകിയിട്ടുമില്ല. ഉള്ളതൊക്കെ ഏറി വന്നാൽ പറഞ്ഞത് അവിടെ പൊടിപടങ്ങളൊക്കെ പറ്റി പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് വേണമെങ്കിൽ പറ്റുമെന്ന് പറയാമെന്നല്ലാതെ മൊത്തത്തിൽ എവിടെയും അടിച്ചാൽ മതി എന്ന് പറയാൻ ന്യായമില്ല. ഈ വിഷയത്തിൽ വിസ്ഡം ബുക്സ് പുറത്തിറക്കിയ പുസ്തകമുണ്ട്. മഹാമാരി 100 കർമ്മശാസ്ത്ര വിധികൾ എന്നൊരു പുസ്തകമുണ്ട്. നമ്മൾ കോവിഡ് കാലത്ത് ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ നമുക്കൊക്കെ വന്നിരുന്നു. അങ്ങനെ അവർ പലരും ഐസൊലേഷനിലാണ്, ക്വാറന്റൈനിലാണ്, അവിടുന്ന് കുളിക്കാൻ സൗകര്യമില്ല, ജനാപത്തുകാരാകുന്നു, ആർത്തവം ഉണ്ടാകുന്നു, അവർക്ക് തൈമം ചെയ്യാനും പറ്റുന്നില്ല, അവിടെയൊക്കെ എങ്ങനെ നിസ്കരിക്കുക, അവരെന്താ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ആ സമയത്ത് വന്നപ്പോൾ അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ട പുസ്തകമാണ് മഹാമാരി 100 കർമ്മശാസ്ത്ര വിധികൾ. വിസ്ഡം ബുക്സാണ് പുറത്തിറക്കിയത്. 100 ഫിഖ്ഹി മസ്അലയാണ്. അതിൽ ഈ വക ഇതൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ ഇങ്ങനത്തെ തൈമം, കുളി അടക്കമുള്ള ഇത്തരം മേഖലയൊക്കെ വരുന്നുണ്ട്. അതിൽ ഉള്ളത് പിന്നെ സൗദി അറേബ്യയിലെ ലജ്ന ദായിമ, അതുപോലെ ഷെയ്ഖ് ബിൻ ഉസൈമീൻ, ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് അടക്കമുള്ള പണ്ഡിതന്മാർക്ക് നൽകിയ ഫത്വകൾ, ഇത്തരം വിഷയങ്ങൾ അവരൊക്കെ നൽകിയ ഫത്വകൾ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയൊരു പുസ്തകമാണ്. നമ്മുടെ സ്വന്തമായിട്ടൊന്നുമില്ല, നല്ല പുസ്തകമാണ്. എഴുതിയത് ഞാനായതോട് പറയില്ല, നല്ല ബുക്കാണ്. അത് എൻ്റെ വക പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ലോകത്തുള്ള അറിയപ്പെട്ട അംഗീകരിക്കപ്പെട്ട പണ്ഡിതന്മാരൊക്കെ നൽകിയ ഫത്വകൾ അതേപടി അതിൽ എടുത്തു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ വിഷയത്തിൽ നമുക്ക് അവലംബിക്കാവുന്നൊരു പുസ്തകമാണത്. ഒന്നുമില്ലെങ്കിൽ തൈമം ചെയ്യാൻ നിസ്കരിക്കാം. തൈമം ചെയ്യാനും സാഹചര്യമില്ലെങ്കിൽ തൈമവും വേണ്ട. ഉദു ചെയ്യാനും സാഹചര്യമില്ല, തൈമം ചെയ്യാനും സാഹചര്യമില്ല എങ്കിൽ അയാൾക്കൊന്നുമില്ല. വത്തഖുല്ലാഹ മസ്തതഅ്തും, കഴിവിനെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന തത്വപ്രകാരം അയാൾക്ക് കഴിയുന്നത് എന്താണോ ചെയ്യുന്നു, കഴിയുന്നില്ല അത് ചെയ്യേണ്ടതില്ല. അതാണ് അവർക്കുള്ളത്. അല്ലാഹു അഅ്ലം. ഉണ്ടോ ചോദ്യം? ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വിഷയം. രണ്ടിലും പങ്കെടുക്കുന്ന ആളുകൾ വിത്രിൽ കൂടാതെ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നാണ്. 2 വിത്ർ രാത്രിയിലില്ല. അപ്പോൾ 2 വിത്ർ ഒരേ രാത്രി നിസ്കരിക്കരുത് എന്ന് പ്രത്യേകം ഹദീസിൽ വന്നതാണ്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകിൽ ആ വിത്ർ ഇല്ലാതെ അയാൾ ഒഴിവാകുന്നു, അല്ലെങ്കിൽ ആ വിത്ർ അപ്പുറത്തേക്ക് അതിനെ വീണ്ടും ഇരട്ടയാക്കാനുള്ള വഴി അയാൾ ചെയ്യുന്നു. അല്ലാതെ 11 അപ്പം നിസ്കരിച്ചു വീണ്ടും 11 നിസ്കരിച്ചു എന്നുള്ളതെന്നാലും ശരിയല്ല. അപ്പോൾ 2 വിത്ർ രാത്രിയിൽ വരും. അതിന് 8 സ്കെച്ച് പോകാം, 6 സ്കെച്ച് പോകാം, 4 സ്കെച്ച് പോകാം, തീരെ സ്കരിക്കാതെയും പോകാം. നേരത്തെ പറഞ്ഞല്ലോ, ഇത് സുന്നത്താണ്, തപസ്സുണ്ട്. ഒരാൾ ഇശാ സ്കരിച്ച് പോയി,
കുഴപ്പമില്ല. 2 നിസ്കരിച്ച് പോയി, 4 നിസ്കരിച്ച് പോയി, അതൊന്നും ഇത് എത്രയാകും? മാക്സിമം നബിതങ്ങൾ ചെയ്ത ഫീലാണ് ഇവിടെ സാധാരണ പതിവ് 11 എന്നുള്ളത്. അല്ലാതെ ഇടയ്ക്കൊക്കെ അവസാനിപ്പിച്ച് പോയാൽ പാടില്ല എന്നൊന്നും പറഞ്ഞുകൂടാ. അല്ലാഹു അഅലം. പിന്നൊരു ഒരു പൊതുവെ ഉന്നയിക്കപ്പെട്ട മറ്റൊരു ചോദ്യം പിന്നെ സ്ത്രീകളൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ജമാഅത്ത് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല, അപ്പം അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ ഒരു ഇതിൽ പങ്കെടുക്കണം എന്നൊക്കെ ചില ഉസ്താദന്മാർ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയണത്. അല്ലാഹു അഅലം. അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് അറിയില്ല. നമ്മൾ അങ്ങനെയൊന്നും അവർ പണ്ഡിതന്മാരുടെ ഫത്വയുടെ പൊതുവെ കണ്ടിട്ടില്ല. ഫർള് നിസ്കാരത്തിന്റെ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പള്ളി ജമാഅത്ത് നടക്കുമ്പോൾ വന്ന ഒരു ഭാഗത്തോട് അവർ നിസ്കരിക്കാതെ മാറുന്ന നബി എന്താണ് നിസ്കരിക്കാതെ ഇരുന്നത് എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, നിസ്കാരം കഴിഞ്ഞ് വന്നതാണ് എന്ന് അത് പറ്റൂ, ഞങ്ങൾ ഇവിടെ ഈ ജമാഅത്ത് നടക്കുന്നെങ്കിൽ അതിൽ പങ്കെടുക്കണം, നിങ്ങൾക്കത് സുന്നത്തായി പരിഗണിക്കും എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഫർള് നിസ്കാരത്തിലാണ്. അല്ല അതിൽ നിന്ന് പൊതുവായി വിധി എടുത്തുകൊണ്ട് പള്ളി ഏത് നിസ്കാരം നടക്കുകയാണെങ്കിലും അതിൽ പങ്കെടുക്കണം എന്ന് അങ്ങനെ പണ്ഡിതന്മാരും പറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ലാഹു അഅലം. പ്രത്യേകിച്ച് ഇത് സുന്നത്തായതുകൊണ്ടും നേരത്തെ നമ്മൾ പറഞ്ഞ ഖത്താബ് ജമാഅത്ത് നടപ്പാക്കി അദ്ദേഹത്തിന് പങ്കെടുത്തില്ല എന്നൊക്കെ പറഞ്ഞതും, അതേപോലെ വ്യത്യസ്ത തലത്തിൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞ അവിടെയും ആളുകൾ വ്യത്യസ്ത സംഘങ്ങളായി നിസ്കരിക്കുന്നു, അത് ഉമർ ഖത്താബ് കണ്ടു എന്ന് പറഞ്ഞ ആ വിഷയത്തിലും അവിടെ കാണാം ചിലർ ഒറ്റക്ക് നിസ്കരിക്കുന്നു, ചിലർ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്കവിടെ ഖുർആൻ ഓതിയോ ദിക്റുകൾ മുഴുകിയോ പ്രാർത്ഥിച്ചോ അതേപോലെ മറ്റു ആരാധനകൾ മുഴുകിയോ ഒക്കെ പള്ളിയിലിരിക്കുന്നതിന് വിരോധമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. നമ്മളെ ഇപ്പോൾ പുതിയ കുട്ടികളൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അതായത് ഒന്നും ഈ നമ്മുടെ ഉപ്പുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും അറിയില്ല. അപ്പോൾ അവർ സിമ്പിളായിട്ട് ചോദിക്കുന്നത്, ഞാൻ നമ്മുടെ ഇതിൽ നിൽക്കണോ മറ്റുള്ള KNM ഗ്രൂപ്പിൽ നിൽക്കണോ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവർക്കത് പഠിക്കുകയും വേണ്ട, പഠിക്കാൻ കഴിയുമല്ല. അപ്പോൾ ഒരു സിമ്പിളായിട്ട് എങ്ങനെ അവരോട് പറയാം, അതിൽ നിന്ന് അവർ അല്ലെങ്കിൽ നമ്മൾ പുറത്താവും എന്നുള്ള, നമ്മൾ അതായത് നരകത്തിൽ പോവോ എന്നുള്ള ഒരു രീതിയിലൊക്കെ എങ്ങനെ ഇപ്പോൾ മറുപടി പറയാം? സംഘടനാ സംവിധാനം എന്നത് ദീന് പ്രചരിപ്പിക്കാനുള്ളൊരു സംവിധാനം മാത്രമാണ്. ഒരു സംവിധാനത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് അതിനൊപ്പം നിന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ ഹക്കിൻ്റെ ആളാവണമെന്നില്ല. അതിൽ നിന്നില്ല എന്നുകൊണ്ട് മാത്രം ഒരാൾ തെറ്റായ വഴി സ്വീകരിച്ച ആളാവുകയുമില്ല. അത് സംവിധാനം മാത്രം. നമ്മുടെ നാട്ടിൽ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ സ്വീകരിച്ചു പോരുന്നത് ഈ ഒരു സംവിധാനമാണ്. എല്ലാ നാട്ടിലും ഇങ്ങനെ ആയിക്കൊള്ളം എന്നില്ല. ഇവിടെ എല്ലാവർക്കും സംഘടനകളുണ്ട്. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല മറ്റു മതങ്ങൾക്ക്, രാഷ്ട്രീയ രംഗത്ത് ഒക്കെ പൊതുവെ ഇവിടെ നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു പോയത് സംഘടനാ സംവിധാനങ്ങളാണ്. ഇവിടെ ശിർക്കും ഖുറാഫാത്തും പ്രചരിപ്പിക്കാനും സംഘടനയുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ മാത്രം സംഘടന വേണ്ട എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉണ്ടാവുക ഈ എല്ലാ നന്മകളും മുടങ്ങൽ മാത്രമാണ്. എന്നുവെച്ചാൽ ഇവിടെ ആർക്കും സംഘടന ഇല്ലാതിരിക്കാം. ഒരാളും സംഘടന ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ശിർക്കും ഖുറാഫാത്തും ബിദഅത്തും ഒന്നും പ്രചരിപ്പിക്കാനും സംഘടനയില്ല. എല്ലാവരും സ്വതന്ത്രമായി ജീവിച്ചു പോകുന്നു എങ്കിൽ ഒരു സംഘടന അത്ര തന്നെ നിർബന്ധമാണ്, നമുക്ക് പറയേണ്ട കാര്യമില്ല. എന്നാൽ നമ്മുടെ നാട്ടിലതല്ല. ഇവിടെ ബാക്കി എല്ലാവരും സംഘടിക്കുകയാണ്, എല്ലാവരും ആ നിൽക്കാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ സംഘടന പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളിത് വിളിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ഹൈറുകളും മുടങ്ങാനാണ് അത് കാരണമായി മാറുക. മാത്രവുമല്ല ഒറ്റക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറെ ധാരാളം ഹൈറുകൾ ഇത് വഴി ചെയ്യാൻ അവസരമുണ്ട്. അതുകൊണ്ട് ആ ഹൈറുകളെ കൂടെ കൂടുക എന്നാണ് ഇതോട് ഉദ്ദേശിക്കുന്നത്. അല്ല സംഘടന എന്തു പറഞ്ഞാലും അതൊക്കെ സ്വീകരിക്കുക, അത് ദീനെതിരാണെങ്കിലും സംഘടന പറഞ്ഞ് സ്വീകരിക്കുക എന്ന നയം ഇല്ല. അങ്ങനെ സംഘടന ഉണ്ടാകാൻ പാടില്ല. ദീനും സംഘടനയും എതിരായി വന്നാൽ ദീനാണ് വലുത്, സംഘടനയല്ല. അത് സംഘടന ഒന്നിച്ചു കൂടി ഇത്തിഫാക്കായി പറഞ്ഞാലും സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കാർക്കുമില്ല. അങ്ങനത്തെ സംഘടന ഉണ്ടാകാൻ പാടുമില്ല. അല്ലാണ്ട് ദീന് പ്രചരിപ്പിക്കാനാണ് സംഘടന. ആ സംഘടന ദീനേക്കാൾ മേലെ പോയാലോ ആ സംഘടന ഇസ്ലാമികമായ സംഘടന ആവുകയും ഇല്ല. അത് ഒരു അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം ഇവിടെയുള്ള വ്യത്യസ്ത സംഘങ്ങൾ, സംഘടനകൾ അവരൊക്കെ കുറേ ശരികൾ അതിലുണ്ടാകും, വേറെ കുറേ അബദ്ധങ്ങളും അവരൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായും ചില അബദ്ധങ്ങളെ തുറന്നു കാണിക്കാൻ കഴിയാതാകുമ്പോൾ, അത് തുറന്നു കാണിച്ചാലും അത് പരിഹരിക്കപ്പെടാതെ പോകുമ്പോൾ ഒരുപക്ഷെ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ടായി വന്നതൊക്കെ ഉണ്ടാവും. അതൊന്നും ഒരിക്കലും ഒരു സംഘടനാ പക്ഷപാതിത്വങ്ങളല്ല, സങ്കുചിത്വങ്ങളല്ല. ഹക്കിനോട് മാത്രമേ നമുക്ക് പ്രതിപത്തിയുള്ളൂ. നമ്മുടെ പ്രതിപത്തി വിശുദ്ധ ഖുർആനോട് തിരുസുന്നത്തോട് മാത്രമാണ്. അത് സ്ഥിരപ്പെട്ട് വന്നാൽ സ്വീകരിക്കുക, അത് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ ആര് പറഞ്ഞാലും തിരസ്കരിക്കുക. ആ നിലപാടിൽ നിന്നുകൊണ്ട് സംഘടനാ സംവിധാനം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല കാര്യമാണ്. അപ്പോൾ ആ സംഘടന നമ്മൾ ശക്തിപ്പെടുത്തണം, അതിൽ കൂടെ നിൽക്കണം.
അത് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ നൽകണം. ആ റൂട്ടിൽ നിൽക്കുന്ന കാലത്തോളം അതിനെ സഹായിക്കൽ നമുക്ക് ബാധ്യതയുണ്ട്. ആ റൂട്ടിൽ ആ സംഘടനാ സംവിധാനം മാറിപ്പോയാലോ പിന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ബാധ്യത നമുക്കില്ലതാനും. ഇതാണ് ഇതിലുള്ള ഒരു അടിസ്ഥാനം. ഇനി ഒരാൾ സംഘടനയ്ക്കൊന്നും വന്നില്ല, അയാൾ ദീന് ശരിയാവില്ലാന്നോ അയാൾ ഈമാൻ ശരിയാവില്ലാന്നോ ഇതൊന്നും അർത്ഥമില്ല. പക്ഷെ മറ്റൊരുപാട് ഹൈറുകൾ നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ജാമിയത്തുൽ ഹിന്ദ് ഒരു സംഘടനാ സംവിധാനം ഉണ്ടായതുകൊണ്ടുണ്ടായി വന്ന ഒരു സംവിധാനമാണ്. പീസ് റേഡിയോ ഈ സംവിധാനത്തിലുണ്ടായി വന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിനെ കൂടെ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഇതിലൊക്കെ കൂലിയിട്ടാണ്. പീസ് റേഡിയോ 24 ഹവറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ലോകം മുഴുവൻ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു. ഈ കൂട്ടായ്മയിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ ഈ പീസ് റേഡിയോയുടെ എല്ലാ കൂലിയും നമുക്കും കിട്ടുകയാണ്. നമ്മൾ പുറത്ത് നിൽക്കുമ്പോഴോ ആ കൂലി കിട്ടുന്നത് വാങ്ങിപ്പോകും, നമ്മളൊന്നുമില്ലാതെ അപ്പുറത്ത് നിൽക്കേണ്ടി വരും. ജാമ്യ ഒരു സംഘടനയും ഒരു മീറ്റിങ്ങുമാണ് ഇതുണ്ടായി വന്നത്. അല്ല വെറുതെ നടന്നു പോകുമ്പോൾ ജാമ്യ ഉണ്ടാക്കിയതെന്ന് തോന്നിയല്ലോ. അതൊരു സംഘടന ഉണ്ടായി, ആ സംഘടന കൂടി ആലോചിച്ച് മീറ്റിംഗ് കൂടി അവിടുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഈ സംഭവം എങ്ങനെയാകണം എവിടെയാകണം എന്ന് ആലോചിക്കുകയും സ്ഥലം വാങ്ങുകയൊക്കെ ചെയ്തത്. ഇപ്പം നമ്മളൊക്കെ ഈ പള്ളി വന്ന് കൂടി. ഈ പള്ളി എങ്ങനെ ഉണ്ടായത്? ഈ സംഭവമൊക്കെ ഉണ്ടായപ്പോഴാണ്. ഇതൊക്കെ കഴിഞ്ഞ അവസാനം പള്ളിയൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഒന്ന് ഇരുന്നിട്ട് എടുത്ത് തോന്നുകയാണ് സംഘടന ഒന്നും വേണ്ട എന്ന് തോന്നിയാൽ അയാൾക്ക് നഷ്ടം എന്നല്ലാതെ വേറൊന്നുമില്ല. എന്നാൽ ആ സംഘടന ദീനേക്കാൾ അപ്പുറത്തേക്ക് പോയാലോ, ദീനിനെ മാറ്റി വെച്ചുകൊണ്ടുള്ള സംഘടന തീരുമാനം വരികയാണെങ്കിലോ അത് അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കില്ലതാനും. അത് പിന്നെയും അംഗീകരിക്കുകയാണെങ്കിൽ അതാണ് ആക്ഷേപിതമായ ഹിസ്ബിയത്ത്. നമ്മുടെ പാർട്ടി പറഞ്ഞാൽ, നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞാൽ, നമ്മുടെ ആളുകൾ പറഞ്ഞാൽ ബാക്കിയൊന്നും നോക്കേണ്ടതില്ല, അതാണ് തെറ്റായ ഹിസ്ബിയത്ത്. എന്നാൽ ദീൻ അനുസരിച്ച് നമ്മൾ സംഘടന പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുന്നു. ദീനെതിരായ സംഘടന പറഞ്ഞാൽ അവിടെ സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല, സ്വീകരിക്കാൻ പാടുമില്ല. അവിടെ ദീനെയാണ് നമ്മൾ മുന്തിക്കേണ്ടത്. ഈ നിലപാടുള്ള ഒരു സംഘടന നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടനയുടെ കൂടെ നിൽക്കുക, അത് സഹകരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം. ഇല്ല, അതായത് ശിർക്ക്, ബിദ്അത്ത്, കുഫ്ർ തുടങ്ങിയ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതിന് സഹായിക്കാൻ പറ്റുമോ? അതിന് സഹായിക്കാൻ പറ്റൂല. എങ്ങനെ? തിന്മക്കാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് പറ്റൂല. നമ്മളെ കടയിൽ നിന്ന് പലരും പല സാധനം വാങ്ങി പോകുന്നുണ്ട്, അയാൾ അതൊക്കെ എന്തിനാ ഉപയോഗിക്കാന്ന് ചോദിക്കണ ബാധ്യത നമുക്കില്ല. അതെ, ഒരാളിപ്പോൾ കടയിൽ സാധനം വാങ്ങാൻ വന്നു, നമ്മൾ കടയിൽ കത്തി വാങ്ങാൻ വന്നു. കത്തി വാങ്ങാൻ പറ്റുന്ന എല്ലാ മനുഷ്യന്മാരും എന്തിനാ കത്തി വാങ്ങേണ്ട ആവശ്യം എന്താണ്, അഡ്രസ്സ് കൊണ്ടോ ഫോൺ നമ്പർ കൊണ്ടോ എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ടോ? ഇല്ല. എന്നാൽ ഒരുത്തൻ കത്തി വാങ്ങാൻ വന്നത് എന്തിനാണ്? മറ്റൊരുത്തനെ കുത്താനാണ്. ഞാനിവിടെ കുത്താൻ പോകുന്നത്, അതിൻ്റെ മൂർച്ചുള്ള കത്തി വേണം, സൈസ് നോക്കി എടുക്കുകയാണെങ്കിൽ എനിക്കുള്ള കത്തി ഇവിടെ ഇല്ല, ഇത് പൊയ്ക്കോന്ന് പറഞ്ഞിട്ടും. എന്ന പോലെ ഷിർക്കിനാണ്, ബിദ്അത്തിനാണ്, ഖുറാഫാത്തിനാണ്, കുഫറിനാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവിടെ നമുക്ക് സഹായിക്കാൻ പറ്റുകയില്ല. പറ്റൂല, അങ്ങനത്തെ ഒന്നും പറ്റൂല. അതല്ല വാങ്ങാൻ പറ്റുന്ന എല്ലാവരോടും നമ്മളിത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇത് വാങ്ങിയിട്ട് എവിടെ കൊണ്ടുപോകണം, എന്താ ചെയ്യണത്, ജാറത്ത് പോവുകയാണോ അമ്പലത്തിൽ പോവുകയാണോ, ഇത് ചോദിച്ചറിയേണ്ട ബാധ്യത നമുക്കില്ല. തിന്മക്കാണ്, തെറ്റിനാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കിട്ട് പറ്റുകയുമില്ല. തെറ്റിലും അതേപോലെ ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് എന്നല്ല പറഞ്ഞ പൊതുവായ തത്വമാണ് നമുക്കവിടെ ഉള്ളത്. അല്ലാഹു അഅലം. അൽഹംദുലില്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. 11 മണിയായി. ബാക്കി സമയം ഹയാത്താക്കുന്ന ആളുകൾക്ക് ഇബാദത്തിനായി മുഴുകാം. അതല്ല രാത്രി നിസ്കരിക്കാൻ വേണ്ടി ഉന്മേഷം കിട്ടാൻ അല്പം വിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ വിശ്രമിക്കുകയും ആകാം. ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോയ മനുഷ്യന്മാരുണ്ടാകും, അതേപോലെ നോമ്പ് തൊട്ട് ക്ഷീണമുള്ള ആളുകളുണ്ടാകും. അല്പം കിടന്നാൽ രാത്രി നിസ്കാരത്തിന് കുറച്ചുകൂടെ ഉന്മേഷമുണ്ടാകും എന്നാണെങ്കിൽ അൽഹംദുലില്ലാഹ് കിടത്തവും നല്ലതാണ്. അതല്ല സ്വസ്ഥമായി ഇബാദത്തിരിക്കാൻ തീരുമാനിച്ചു വന്ന ആളുകളാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഹയാത്താക്കി ദുആയിലൊക്കെ മുഴുകുക. നമ്മളെല്ലാവരും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. ഒരുപാട് ആളുകൾ നമ്മോടൊക്കെ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യണം. പുളിക്കൽ അടുത്ത് നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ കുട്ടി, 7 വയസ്സുള്ള കുട്ടി, വളരെ പ്രയാസകരമായ രോഗവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം വിഷമത്തിലാണ്, ഹോസ്പിറ്റലിലാണ്. നമ്മുടെ മദ്രസയിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അല്ലാഹു തആല ആ മോൾക്ക് എത്രയും വേഗം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ മക്കളെ അത്തരം പരീക്ഷകളിൽ നിന്ന് പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും എല്ലാം വ്യത്യസ്തമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ റമദാനിൻ്റെ അവസാന സമയങ്ങളിൽ, ഈ അവസാന തൊറ്റയായ രാവുകളിൽ റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളെയും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ധാരാളം ആളുകൾക്ക് അല്ലാഹു തആല റമദാനിൻ്റെ എല്ലാ രാത്രിയിലും
നരകമോചനം നൽകും എന്ന ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ആ ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.